Good afternoon. Good afternoon, ma'am. No, ma'am. ശുഭയും മിനു മാത്രമേ ഉള്ളോ? ഇങ്ങനെയാണോ ക്ലാസ്? വരുമായിരിക്കും. പ്രാക്ടിക്കലിന്റെ ഒരു ഫീഡ്ബാക്ക് എന്തായിരുന്നു? നിങ്ങൾ രണ്ടുപേരും വന്നവരല്ലേ പ്രാക്ടിക്കൽസിന്? വന്നവര് വളരെ നന്നായിരുന്നു. വരാതിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ. ഞങ്ങൾക്ക് തീർന്നു പോയല്ലോ. കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് 3:30 ആയതുപോലെ. എനിക്ക് തിരിച്ചു വരണമെന്നേ ഇല്ലായിരുന്നു. പിന്നെ എന്റെ കൂടെ കുഞ്ഞുണ്ടായിരുന്നല്ലോ, അവൾക്ക് ഒട്ടും വരണമെന്നില്ലായിരുന്നു. തിരിച്ചു പോന്നപ്പോ ചോദിച്ചു, നാളെ നമ്മൾ ഇനിയും അമ്മയുടെ സ്കൂളിൽ പോവോന്ന്. ശരി. തൊടുപുഴ ഭാഗത്ത് നിന്നല്ലേ ശുഭ വരുന്നേ? അല്ലെ, നെക്സ്റ്റ് ബാച്ചുകൾക്കൊക്കെ വയ്ക്കുമ്പോ വരാൻ താല്പര്യം വന്നോളൂ, ജോയിൻ ആയിക്കോളൂ. അല്ല, മറ്റു വരാത്തവർക്ക് അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കൊടുത്തോ? വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്തോ? വീഡിയോസ് അപ്പൊ തന്നെ നമ്മള് ഇതാക്കിയപ്പോ തന്നെ അളക എല്ലാവർക്കും കൊടുത്തായിരുന്നു. അങ്ങനെ കൊടുത്താ ചെയ്തത്. പിന്നെ ഞാൻ ഇവിടെ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോ കാണിച്ചു. അപ്പൊ എന്റെ മദറിലോ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തില് മിനുവിനെ കാണാനായി ഏറ്റവും സുന്ദരിയെന്ന്. അത് കൊള്ളാലോ. പിന്നെ മാമിനെ ചുരിദാർ ഇട്ട് കാണുന്നതിനേക്കാളും കോളേജ് അവിടെ വന്ന് കണ്ടപ്പോ സാരി ഉടുത്തപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കാണുന്നതിനേക്കാൾ സുന്ദരിയാ. സാരി മാമിന് നന്നായിട്ട് ചേരുന്നുണ്ട് ചുരിദാറിനേക്കാളും. എല്ലാരും പറയാറുണ്ട്. പിന്നെ ക്ലാസ്സിൽ ഓടിച്ചാടി വന്ന് കയറിയിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ സാരി ഉടുക്കാനൊന്നും നേരില്ല. അതിന്റെ ഇടയിൽ കൂടെ വീട്ടിലെ കാര്യങ്ങളും ചെയ്യും. അപ്പൊ പിന്നെ സാരി നമുക്ക് പറ്റില്ല. അവിടെ ഇങ്ങനെ പോകുമ്പോ സാരി ഉടുക്കുന്നു, അവിടെ ചെല്ലുന്നു, കാര്യം കഴിയുന്നു, വരുന്നു. അപ്പൊ ഓക്കെയാണ്. പുറത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോ സാരി തന്നെയാണ് എപ്പോഴും ഉടുക്കാൻ. ഞാൻ ഇന്നലെ അപർണ മാമിനോട് പറഞ്ഞു ഞാനത്. എന്തോ ഒരു ക്ഷമയാ ടീച്ചേഴ്സിന്. നമ്മൾ ചോദിക്കുമ്പോ എത്ര പ്രാവശ്യം ചോദിച്ചാലും ഒന്നും പറയണില്ല. ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് നന്നായിട്ട്. പോവാതിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടായേനേന്ന് പറഞ്ഞു. നമ്മള് പിന്നെ റെക്കോർഡ് എഴുതിയിട്ടും കുറച്ച് പരിചയമായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇത് ഓൺലൈൻ ക്ലാസ് കണ്ടിട്ടും പരിചയമായി. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് വന്ന് കൈ കൊണ്ടൊക്കെ തൊട്ട് നോക്കുമ്പോ നമുക്ക് കൂടുതൽ കുറെ നേരം അതുമ്പോ ഇങ്ങനെ ഇരിക്കാനായിട്ട് തോന്നുമായിരുന്നു. ഞാൻ പറഞ്ഞു, പിങ്ക് ടവറൊക്കെ നല്ല രസമായിട്ട് പിന്നെ ഞാൻ ശുഭയുടെ മോളുണ്ടായിരുന്നു. അപ്പോ ഞങ്ങക്ക് കൂടുതല് പ്രാക്ടിക്കലൊക്കെ മോളെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു ക്ലാസ്. വരാത്തവർക്ക് ഭയങ്കര മിസ്സായിന്ന് പറഞ്ഞു. നമ്മള് മോണ്ടിസോറി എൻവയോൺമെന്റിലെ പോലെ ഒരു സ്ട്രക്ചർ ആൻഡ് ഓർഡർ ആയിരുന്നു. വാരി വലിച്ച് ചെയ്തില്ല. നമ്മൾ ഓരോ ഏരിയ കഴിഞ്ഞ് അടുത്ത ഏരിയയിലേക്ക് പോയത്. അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. അതാണ് ബ്യൂട്ടി ആക്കിയത് അതിനെ. അതേസമയം നമ്മൾ ഒരു ഏരിയന്ന് ഒരെണ്ണെടുത്തു, അടുത്തേന്ന് ഒരെണ്ണെടുത്തു, അങ്ങനെ എങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ആ ഓർഡറിൽ തന്നെ ഒരു ഏരിയ കഴിഞ്ഞിട്ട് അടുത്തയിലേക്ക് ചെന്നപ്പോഴാണ് അത് അങ്ങനെ ഞാൻ പ്രാക്ടിക്കലിന്റെ ഡെമോ കാണിച്ചപ്പോഴാണ് എനിക്കും അത് മനസ്സിലായത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിലുണ്ട് സ്ട്രക്ചർ ആൻഡ് ഓർഡർ എന്നുള്ളത് കുട്ടികളിൽ തന്നെ ഡെവലപ്പ് ആകുന്നത്. അതെ, നമ്മള് സിമ്പിൾ ടു കോംപ്ലക്സിലേക്കാണ് നമ്മുടെ ഗ്രൂപ്പ് പോയത് കറക്റ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവണ്ട, സിമ്പിള് ഭയങ്കര സിമ്പിളാ, വേഗം കഴിഞ്ഞല്ലോ. ലാസ്റ്റ് പിന്നെ നമ്മള് മാത്സിന്റെ ഏരിയയിലേക്ക് എത്തുമ്പോഴാണ് കൂടുതല് ഇതുകൾ വരുന്നത്. നേരെ മറിച്ച് ഫസ്റ്റ് തന്നെ മാത്സ് എടുത്തിരുന്നെങ്കിൽ വേഗം നമ്മൾ ചെയ്ത് വേഗം അതായി കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മയിൽ നിന്നിടുന്നില്ല. ഇതിപ്പോ മാത്സ് ലാസ്റ്റ് വന്ന കാരണം നമുക്ക് കുറച്ച് നേരവും കിട്ടി, നമുക്കത് എന്താന്നുള്ളത് മനസ്സിലാവുകയും ചെയ്തു. അത് ഭയങ്കര നമ്മളാ കറക്റ്റ് അതിൽ തന്നെ പോയി. നമ്മളോട് ഏതാണ് തെരഞ്ഞെടുക്കണേ ചോദിച്ചപ്പോ നമ്മളിങ്ങനെ എന്താ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ബാക്കി എല്ലാവരും പറഞ്ഞപ്പോ നമ്മള് പിന്നെ ഫസ്റ്റ് മാറ്റും അത് പ്രാക്ടിക്കൽ ഏരിയ പറഞ്ഞത്. അത് നന്നായി എന്നാ തോന്നണേ. അത് കാരണം ഫസ്റ്റ് തന്നെ അത് സിമ്പിൾ ടു കോംപ്ലക്സിലേക്ക് പോയ കാരണം നമുക്ക് അത് എന്താന്ന് മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു. നമ്മള് പിന്നെ ജയദേവ് സാറും കൂടി വന്നപ്പോ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു മറന്നു. അപ്പൊ നമ്മള് ലാസ്റ്റ് ഫോട്ടോ എടുത്തതൊക്കെ ഗ്രൂപ്പിലിട്ടപ്പോ എല്ലാവരും പറഞ്ഞു, അയ്യോ ഞങ്ങളൊന്നും ഇല്ല, ഞങ്ങളൊക്കെ പോന്നു. കാരണം ഞങ്ങൾ മറന്നു. നമ്മൾക്ക് ആ പ്രാക്ടിക്കല് ചെയ്യാനുള്ള ഒരു ഇതുകൊണ്ട് നമ്മളത് മറന്നു. ജയദേവ് സാർ വന്നപ്പോഴും എടുക്കായിരുന്നു. ഓർക്കാറില്ല, അവരങ്ങനെയങ്ങ് പോകും. പോയി കഴിയുമ്പോഴായിരിക്കും ഓർക്കണത് ചില ബാച്ചുകൾ. ജയദേവ് സാറും കൂടി വന്നപ്പോ വേണമെങ്കിൽ ഒക്കെ എടുക്കായിരുന്നു, എല്ലാവരും ഉള്ള സമയമല്ലായിരുന്നു.
പക്ഷെ അതിനുള്ള ഓർമ്മയുണ്ടായില്ല. ഇത് ചെയ്യാ എങ്ങനെയെങ്കിലും ഇതൊന്നും ഇങ്ങനെ അടുത്തത് കിട്ടാൻ എന്നുള്ള ഒരു ഇതായിരുന്നു. അത് കാരണം മറന്നു. ഇപ്പൊ ഫോട്ടോയിൽ ഇല്ലാത്തവരും അന്ന് വന്നവരൊക്കെ ആയിട്ട് കൊറേ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ആരും ഇല്ല, ഞങ്ങൾക്ക് ആകെ മിസ്സായി, ഫോട്ടോയിൽ ആരും ഞങ്ങളൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഞങ്ങൾ പോരാന്ന് അശ്വതി മാം പോവാന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് അയ്യോ എന്നാ ഒരു ഫോട്ടോ എടുക്കാലോ എന്നുള്ള ചിന്ത വന്നത്. ജിഷ മാമിനാണെങ്കിൽ വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് നമുക്ക് വേണ്ടി മാറ്റി വെച്ചു, നമ്മള് ഇതായിട്ട് നമ്മുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞു. ജനറൽ ഫാക്കൽറ്റി എന്തായാലും അവിടെ താങ്ക് യു മാം, വന്നിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം സമയം ചെലവഴിച്ചതിന് താങ്ക് യു. ഓക്കെ, പിന്നെ ഞാൻ നോക്കുമ്പോ ഓരോ ബാച്ച് കഴിയുന്തോറും കുട്ടികൾ കുറഞ്ഞു വരികയാണോ എന്നൊരു സംശയമാണ്. ഫസ്റ്റ് ബാച്ച്, തേർഡ് ബാച്ച് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ബാച്ചിൽ 50ഓളം കുട്ടികൾ വന്നു. തേർഡ് ബാച്ച് വന്നപ്പം അവർ 60ന് മുകളിൽ വന്നപ്പോ 2 സെഷനായിട്ട് അവർക്ക് നടത്തിയത്. പിന്നെ അന്ന് മെറ്റീരിയൽസ് കുറച്ച് കുറവായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ കുറെ കൂടെ ആഡ് ചെയ്തു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ മെയിൻ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമുക്ക് ഇപ്പൊ ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഓക്കെ. പിന്നെ പ്രാക്ടിക്കൽ ഡെമോ സെഷൻ നല്ല രീതിയിൽ കൊടുക്കുന്നതുകൊണ്ടാണോ നേരിട്ട് ആരും വരാത്ത? ജയദേവ് സാർ അങ്ങനെ ഒരു സംശയം ചോദിച്ചു. കുറച്ചു പേരായി പാർട്ടിസിപ്പൻസ് കുറഞ്ഞു പോകുന്നതേ. അല്ല, കൂടുതലും ദൂരത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആയിരിക്കും വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് ലീവ് കിട്ടാത്തതിന്റെ. നമ്മൾക്ക് അതും അങ്ങനെ ഒരു ക്ലാസ് കിട്ടിയില്ലെങ്കിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടായാലും വന്നേനെ. ഇതിപ്പോ കമ്പൽസറി പറഞ്ഞിട്ടില്ലല്ലോ, അതെ അത് അതെ, കാരണം ഇരിക്കണം. കുറെ പേർക്ക് പിന്നെ വരാൻ ദൂരത്തിന്റെ പ്രശ്നം, ആരും പ്രശ്നമാണ്. വരാൻ കൂടെ വരാൻ. പിന്നെ ഓരോ ശനി ഞായറൊക്കെ ആവുമ്പോഴേ കുട്ടികളും വീട്ടിലുണ്ടാവുമല്ലോ, അതെ അപ്പൊ ശരി. നമുക്ക് അവരെയും കൂടി കൊണ്ടുവരേണ്ട ഒരു പ്രശ്നം, അതൊക്കെ ആയിരിക്കണം. ശുഭ എന്തോ പറയാൻ വന്നല്ലോ. മാം എന്താന്നറിയാമോ, നമ്മള് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മള് ഇവരെ ആരും കാണുന്നില്ലല്ലോ, ഈ സൗണ്ട് മാത്രല്ലല്ലോ, ഇവരൊക്കെ എങ്ങനെയാ ഇരിക്കണേ അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. എല്ലാരെയും കൂടെ കണ്ടപ്പോ നമുക്ക് ഭയങ്കര, നമ്മള് പഴയ നമ്മള് വീട്ടമ്മമാരാണെന്നും കുട്ടികളുണ്ടെന്നും ഉള്ള ചിന്തയിൽ നിന്ന് നമ്മൾ പഴയ ആ നമ്മുടെ സ്കൂൾ ജീവിതത്തിലേക്ക് തിരിച്ചു പോയ പോലെ നമ്മൾ അവിടെ വന്നപ്പോ നമ്മളൊരു കുട്ടിയായി. എല്ലാം നമ്മുടെ സഹപാഠികള് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയുള്ളേ ഒരു ഭയങ്കര കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ച് സ്കൂളിലെത്തിയതുപോലത്തെ ഒരു സന്തോഷം. പിന്നെ എല്ലാവരെയും കണ്ടപ്പം ഭയങ്കര നമുക്കത്, ഇവരൊക്കെ എന്താ പറയുന്ന പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്നവര് ഇങ്ങനെ ഒരു ഇതില്ലെങ്കിൽ നമ്മൾ ഇവരെയൊക്കെ അറിയുവോ നമ്മള്? അങ്ങനെ ഈ ബാച്ചം കഴിയും, നമ്മള് നമ്മുടെ കാര്യത്തിൽ അങ്ങനെ. രാജേശ്വരി പറയാത്. പിന്നെ പിന്നെ ഉണ്ടല്ലോ, നമ്മള് ഫോട്ടോ എടുത്തു. അപ്പൊ എന്റെ മോളുടെ കൂടെ കളിക്കാൻ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, അതെ അതെ. ഒരു പയ്യനുണ്ടായിരുന്നല്ലോ. ഫോട്ടോ നോക്കിയപ്പോ പുള്ളിക്കാരി നോക്കിയപ്പോ ദേ അവനുണ്ട് അതില്, പുള്ളിക്കാരി ഇല്ല. അപ്പൊ അയ്യോ, പുള്ളിക്കാരിക്ക് അതൊരു വലിയ പ്രശ്നം. ആ ചേട്ടായിനെ വിളിച്ച് ഫോട്ടോ എടുത്തു, എന്നെ വിളിച്ച് ഫോട്ടോ എടുത്തില്ല. ഞാൻ പറഞ്ഞു ചേട്ടനെ കൊണ്ട്, നീ അച്ഛയുടെ അടുത്തല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു. അച്ഛയുടെ അടുത്തായിരുന്നെങ്കിൽ എന്നെ വിളിക്കണായിരുന്നു. ആ ചേട്ടായിയുടെ അച്ഛയുടെ അടുത്ത് പോയില്ലല്ലോ, ഫോട്ടോയിലുണ്ടല്ലോ. എന്നെ ഫോട്ടോയിലില്ല. അതൊരു വലിയ പ്രശ്നമായിരുന്നു കുറച്ചു നേരത്തേക്ക്. ഓക്കെ, എന്തായാലും എനിക്ക് സന്തോഷം. നിങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ സെഷൻ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ അത് ചെയ്തിട്ട് അതിനുള്ള നല്ലൊരു റിട്ടേൺസ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം. നമ്മൾക്ക് അതാണ് ഞങ്ങളുടെ റിട്ടേൺസ്. ഓക്കെ, നെക്സ്റ്റ് ബാച്ചിന്റെ ഇനിയിപ്പോ ജാനുവരിയിലേ ഉണ്ടാവുള്ളായിരിക്കും. അപ്പോ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ബാച്ച് എല്ലാം സാറ്റർഡേസ് വെക്കുന്ന കാരണം നമുക്ക് ബാക്കി മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ് ഡേ അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്ലാസ്സസ് ടീച്ചേഴ്സിന് വരണമെങ്കിൽ ക്ലാസ് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ സാറ്റർഡേസ് വെക്കുന്നത്. ഓക്കെ, എനിവേ നിങ്ങളുടെ കോഴ്സ് തീരാറായി വരണു അല്ലെ. 10, 11 ക്ലാസ്സസ് കഴിഞ്ഞു. അവർക്കിപ്പോ സ്റ്റഡി ലീവ് ആണ്. അവരുടെ ടേം എക്സാമിനേഷൻ 2 ഇന്നാണ്. ഡിസംബർ പകുതി കഴിയുമ്പോൾ അവരുടെ മെയിൻ എക്സാമിനേഷൻ ആകും. അവരുടെ വൈവ നാളെ സ്റ്റാർട്ട് ചെയ്യും. 10ന്റെ 11ന്റെ വൈവ നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. അശ്വതി മിസ്സിന് പനി, അതാണ് ഞാൻ ക്ലാസ്സിൽ വന്നത് കേട്ടോ. അശ്വതി മാമും നേരിട്ട് കാണുന്ന, അല്ല നമ്മളിങ്ങനെ ക്ലാസ്സിൽ കാണുന്നതിനേക്കാൾ ഹൈറ്റ് ഒക്കെ ഉള്ള ആള്, നമ്മൾ ഇത്ര ഹൈറ്റ് ഉള്ള ആളാണെന്നൊന്നും വിചാരിക്കില്ലല്ലോ. ഇരിക്കുവാണല്ലോ ക്ലാസ്സിൽ. അതെ. പക്ഷെ സാരിയൊക്കെ എടുത്ത് കണ്ടപ്പോ ഇങ്ങനെ ഫോണിൽ കാണുന്നതിനേക്കാളും സുന്ദരിയായിരുന്നു. അശ്വതി മാം സുന്ദരിയായിരുന്നു, ജിഷ മാം സുന്ദരി. വളരെ ക്യൂട്ടാണ്. ഞാൻ അശ്വതിയെ ഓരോ ക്ലാസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെയാണ്. എനിക്ക് നല്ല ക്യൂട്ടായിട്ട് നല്ല ചിരിക്കുന്ന ഒരു മിസ് വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അശ്വതി ഏതെങ്കിലും ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് വരുമ്പോ.
ഞങ്ങൾ തുടക്കം തുടങ്ങിയുള്ള രണ്ടുപേരാണ്. മോണ്ടിസോറിയിൽ ഒരുമിച്ച് ഉള്ള രണ്ടുപേരാണ് ആദ്യമേ തുടങ്ങിയിട്ട്. പിന്നെയുള്ള മിസ്സും അതിര മിസ്സും അങ്ങനെ അവരൊക്കെ പിന്നീട് ജോയിൻ ആയവരാണ്. ആ ഒരു ബോണ്ടിങ് അശ്വതിയായിട്ടുണ്ട്, എല്ലാവരും ആയിട്ടുണ്ട്. പക്ഷെ ആദ്യം തുടങ്ങിയ കാര്യങ്ങൾ ഷെയർ ചെയ്തു പോകുന്ന രണ്ടുപേരായതുകൊണ്ട് അത് അങ്ങനെ ഇങ്ങനെ എന്താ പറയാ, കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. മാമും അതെ, മാമും കാണുന്ന പോലെയല്ല. മാം ഭയങ്കര ഷേപ്പായിട്ട്. അതിന് ഞാൻ വന്നതിൽ എനിക്ക് മാത്രം ഹൈറ്റ് കുറവായിട്ടുള്ളൂ. ഓ അത് ശരി. രാജിക്ക് അതായിരുന്നു ഏറ്റവും വിഷമം. ഫോട്ടോ എടുക്കുമ്പോ അയ്യോ ഞാൻ ചെറുതാണല്ലോ. പക്ഷെ എനിക്കൊരു ചെറിയൊരു പ്രശ്നം പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വന്നതില് രണ്ടുപേരോട് എനിക്ക് നല്ലപോലെ സംസാരിക്കാൻ പറ്റിയില്ല. അവര് രണ്ടുപേരും വളരെ സൈലന്റ് ആയിരുന്നു. ആ രണ്ടുപേരായിരുന്നു. ഒന്ന് രാജേഷ് അതല്ലേ, രാജലക്ഷ്മി ആയിരിക്കും. രാജലക്ഷ്മി. ആള് പൊതുവെ സൈലന്റ് ആയിരുന്നു. നമ്മള് ചോദിക്കണതിന് മാത്രം മറുപടി പറഞ്ഞ്. രാജലക്ഷ്മി ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ പോയതാണോ? അല്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ, അളകയുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി വണ്ടിയിൽ വന്നത് ഞങ്ങൾ ഒരുമിച്ചാ വന്നത്. ഞങ്ങള് അടുത്തടുത്തായതുകൊണ്ട് ഒരുമിച്ച് വന്നത്. ഞാൻ ഒരുപാട്, എനിക്കൊന്നാമത് വായടച്ച് വെക്കണ ഇതില്ല. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചോണ്ട് നിന്നു. പുള്ളി ആവശ്യത്തിന് മാത്രം ഭയങ്കര സൈലന്റ് ടൈപ്പ്. ഓക്കെ. തീരാറായപ്പോ ഒരു വിഷമം, ക്ലാസ് തീരാൻ പോവാണല്ലോ എന്ന് ഓർത്തിട്ടേ. അങ്ങനെ ഒരു, ഇപ്പൊ ഞാൻ ഓർക്കുവായിരുന്നു, നമ്മൾ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയപ്പോ നമുക്ക് ആദ്യം ഇങ്ങനെ കോളേജിൽ വന്നൊന്ന് മീറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് തുടങ്ങായിരുന്നു, എല്ലാരും ഒന്ന് പരിചയപ്പെട്ടിട്ടേ. ഇൻട്രൊഡക്ഷൻ ക്ലാസ് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെക്കായിരുന്നു, ഓഫീസിൽ വെക്കായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി. ഇനി വരുന്ന ബാച്ചിനോട് അങ്ങനെ പറഞ്ഞാൽ മതി മാങ്ങ, അന്നേരം അവർക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ആരും വരില്ലല്ലോ അതിനെ. പിന്നെ തീരുവാണല്ലോ എന്ന് ഓർത്തപ്പോ പിന്നെ ഒരു വിഷമം. പിന്നെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് ഒരു 1.5 മാസം മുമ്പാന്ന് തോന്നുന്നു, നമുക്കൊരു ഇത് സ്റ്റാറ്റസ് ഉണ്ടാവും നമ്മുടെ അവിടെയുള്ള ആരുടെയോ എം എ തുടങ്ങാൻ പോകും. അങ്ങനെ അശ്വതി മാമിനോട് ഞാൻ അതൊന്ന് ചോദിച്ചായിരുന്നു. എം എ ഇല്ലെന്ന് തോന്നുന്നു അല്ലെ, ഇല്ലെന്ന് അടിച്ചു പറഞ്ഞ. പക്ഷെ ഒരു തവണ അങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ കണ്ടു. എന്താണോ അത് കണ്ടതായിട്ട് ഓർക്കണില്ലല്ലോ. അശ്വതി മാമിന്റെ അടുത്ത് അന്ന് വന്നപ്പോ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞായിരുന്നു ഒരു തവണ അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു, ചോദിക്കാൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്ന്. നമ്മളെ മോണ്ടിസോറിയുടെ ഒരു ബൂസ്റ്റർ കോഴ്സിനെ പറ്റി സാർ ഒന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള റിസോഴ്സ് വേണം. ഞാൻ അതിൽ കുറച്ചൊന്ന് വർക്ക്ഔട്ട് ആവണം, കുറച്ച് ടൈം അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് അതിന്റെ സിലബസ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. എനിക്ക് ടൈം എടുക്കും. ഞാനിപ്പോ ടെക്സ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണതിലും റെക്കോർഡ് ബുക്ക് പ്രിന്റഡ് ആയിട്ട് അങ്ങനെ കൊടുക്കുന്നതിലും ആ ഒരു വർക്കിൽ ഇരിക്കണ കാരണം ആണ് മറ്റേതിലേക്ക് സമയം കിട്ടാത്തത്. പക്ഷെ ബൂസ്റ്റർ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാനൊരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ സാറിന് അതിന് റിസോഴ്സ് കിട്ടാത്തതാണ് സാർ അതൊന്ന് മാറ്റി വെച്ചു. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ മനസ്സിലാക്കാനും പിന്നെ കുറച്ച് സൈക്കോളജിയും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. അപ്പൊ അതിന് നമുക്ക് എക്സ്ട്രാ കുറച്ച് റിസോഴ്സിനെ കൂടെ കണ്ടെത്തണം. കാരണം ഈ ഒരു ഫീൽഡിലെ നല്ല എക്സ്പേർട്ടുകൾ ഉണ്ടെങ്കിൽ അത് നല്ലതായിട്ട് പോവുള്ളൂ. നമുക്ക് ഏതെങ്കിലും ചുമ്മാ ഒരു ടോപ്പിക് എടുത്ത് ക്ലാസ് എടുക്കുന്ന പോലെയല്ല, അത് നല്ലപോലെ എക്സ്പീരിയൻഷ്യൽ ആയിട്ട് തന്നെ പോകണം. ID കുട്ടികളെ ഡീൽ ചെയ്യുന്ന ടീച്ചർമാരും അതുപോലെ തന്നെ നല്ല സൈക്കോളജിസ്റ്റുകളൊക്കെ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്ലാസ് നല്ലത്, ആ ഒരു കോഴ്സ് നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതിന്റെ സിലബസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യത്തിലാണ്. അഞ്ചു നമ്മള് പേജ് ഒന്നും എടുത്തില്ല, പ്രെയർ പോലും ചെയ്തില്ല. ഞങ്ങള് സാറ്റർഡേയിലെ വിശേഷങ്ങൾ പറയുമായിരുന്നു. ഓക്കെ ടീച്ചർ, ഞാന് ഇപ്പോഴാ വന്നേ. മക്കൾക്ക് ഇന്ന് സ്കൂളില് ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടെത്തിച്ചിട്ട് വീടെത്തിയപ്പോ താമസിച്ചു. എന്തൊക്കെ ഉണ്ടാക്കി? അത് മൂത്തയാളാണെങ്കിൽ ചാട്ടിന്റെ സെക്ഷൻ ആയിരുന്നു. അപ്പൊ പാനിപ്പുരിയുടെ കോളും പിന്നെ നമ്മുടെ ചന ഇതുണ്ടല്ലോ അതും ചെയ്ത് ചാട്ടും ഉണ്ടാക്കി. പിന്നെ ഇലയാക്ക് ചിക്കൻ കട്ട്ലൈറ്റ് അങ്ങനെ കൊണ്ട് അവരുടെ ഡിവിഷൻ തിരിച്ചൊക്കെ വച്ചിട്ട് വന്ന് താമസിച്ചു പോയി. അതെ, ഓക്കെ. അഞ്ചു തന്നെയാണോ ഉണ്ടാക്കിയത്? അതെ അതെ ടീച്ചറെ, അതെ. ഇതിനുള്ള തെളിവൊക്കെ ഞങ്ങൾക്ക് എന്ന് കിട്ടും? തെളിവ് ഉച്ചയ്ക്ക് താമസിച്ചു തുടങ്ങിയതിന് ശേഷം എല്ലാം തികഞ്ഞി. അല്ലെങ്കിൽ അമ്മയുടെ കയ്യാളായിരുന്നേ, ഹസ്ബൻഡ് അമ്മയുടെ. അവരുടെ ആ മെയിൻ റോള് ഞാൻ എന്തെങ്കിലും എന്തോ തേങ്ങ തരുക അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം നോൺ വെജും കാര്യങ്ങളും എല്ലാം ഒറ്റയ്ക്കായി തുടങ്ങി. എന്തായാലും ഇപ്പം തെളിയിച്ചു തുടങ്ങി. ഇന്ന് ഭാഗ്യത്തിന് കട്ട്ലേറ്റ് പൊട്ടിയില്ല. എത്രയും നാളൊക്കെ ഉണ്ടാക്കുമ്പോൾ സൈഡ് പൊട്ടി വരുമായിരുന്നു. മക്കളെ സന്തോഷമായി കാണും. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളതാണല്ലോ കൊണ്ടുപോയിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താ? ടീച്ചറെ, ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഏതാ സ്ഥലം? എവിടെയാണ്? ഞങ്ങൾ ട്രിവാൻഡ്രം, കിളിമാനൂര് പറയും.
ഓക്കെ. രാജാ രവികുമാർ. ഇല്ല ടീച്ചറെ, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒറ്റയ്ക്ക് അങ്ങനെ ട്രാവൽ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എല്ലാരെയും കണ്ടപ്പോ. സത്യം പറഞ്ഞാൽ അതിനെ പറ്റി എല്ലാരെയും ഒന്ന് നേരിട്ട് കാണാലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നടന്നില്ല. കീർത്തി എന്ന് പറയുന്ന കുട്ടി, അവൾ ഇവിടെ നിന്നാണ് പോരുന്നെങ്കിൽ എനിക്ക് കൂടെ വരായിരുന്നു. ആള് കോട്ടയത്തെ ആളുടെ സ്ഥലം. അപ്പൊ പിന്നെ ആൾ അവിടെ നിന്നാ വന്നേന്ന് പറഞ്ഞു. എന്തായാലും അടുത്തത് മറ്റേ കോർഡിനേറ്റർ പറഞ്ഞു, ഇനി അടുത്ത സെക്ഷൻ വരുമ്പോഴത്തേക്കൊക്കെ സ്റ്റാറ്റസ് ഇടും, അപ്പം പറ്റുമെങ്കിൽ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇൻഫോം ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് ബാച്ചിന്റെ വരുമ്പോ അറിയിക്കാം കേട്ടോ. ഓക്കെ ടീച്ചർ. ഇലക്ഷൻ ഒക്കെ ഉള്ളത് തന്നെ എന്തായാലും ഈ ഡിസംബർ മാസത്തിൽ ഇനി നടക്കും പോകുന്നില്ല. ക്രിസ്മസ് സെലിബ്രേഷൻ അവധി ഒക്കെയാണ്. ഇവിടെ ജനുവരി ഹസ്ബൻഡ് ഇലക്ഷൻ തിരക്കിലാണ്, അതുകൊണ്ടാണ് എന്നെ അവിടെ ഒന്നും വരാത്തെ. നിൽക്കുന്നുണ്ടോ? പാർട്ടി പ്രവർത്തനം അല്ല, നിക്കുന്നില്ല. പാർട്ടി പ്രവർത്തനം ഉണ്ട്. അപ്പൊ നല്ല രീതിയിൽ പോട്ടെ. അപ്പൊ നമ്മൾ പ്രെയർ ഇതുവരെ ചെയ്തില്ല. ഞങ്ങൾ ഈ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അതിലൂടെ ഇങ്ങനെ പോവുമായിരുന്നു. അപ്പൊ കണ്ടോ, നേരിട്ട് കണ്ടു കഴിയുമ്പോ നമ്മൾക്ക് പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതുവരെ നമ്മൾക്കൊരു മിസ്സിനോട് ഇത്രയും പറയണോ, ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. കാര്യം ഇഷ്ടമൊക്കെ ആണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. സത്യം പറഞ്ഞ ഒരു കാര്യം കൂടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാണാതെയാണല്ലോ സംസാരിക്കണതും ഗ്രൂപ്പില് മെസ്സേജ് ഇടുന്നതൊക്കെ. പക്ഷെ കണ്ടപ്പോ അങ്ങനത്തെ ഒരു ഡിസ്റ്റൻസ് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. മാം രണ്ടുപേരോടാണെങ്കിലും ശരിയാണ്, ആ ഒരു ഇതൊന്നും ഫീൽ ചെയ്തില്ല. ഭയങ്കര കുറെ നാളായിട്ട് അറിയണത് അങ്ങനത്തെ ഒരു ഇതിൽ തന്നെയാണ് നിന്നേച്ചത് കേട്ടാ, സത്യം പറഞ്ഞ. എനിക്കും ആ അഭിപ്രായം തന്നെയാണ്. ഇപ്പൊ അശ്വതി മാം ആണെങ്കിലൊക്കെ നമ്മളെ കൊണ്ട് ടെക്സ്റ്റ് വായിപ്പിച്ച് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കും. അപ്പൊ മാമിനോട് ഇങ്ങനെ കുറെ സംസാരിക്കാറുണ്ട്. ജിഷ മാമായിട്ട് അങ്ങനെ അങ്ങോട്ട് സംസാരിച്ചിട്ടില്ല നമ്മള്. പക്ഷെ അവിടെ വന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലോണം സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആ രണ്ടുപേരുടെയും ചിരി എന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പോവാണ്ട് നിക്ക. ഞാൻ വന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞും ചെയ്തു, അയ്യോ എന്ത് നല്ല ടീച്ചർമാരാ രണ്ടാളും. എപ്പോഴും അത് ചിരിച്ച മുഖാണ് രണ്ടാൾക്കും. ചിരിച്ചിട്ടാ നിക്കണുള്ളൂ. ഇത് കേൾക്കുമ്പോ അശ്വതിക്ക് ഒരു എനർജി, ഒരു ആന്റിബയോട്ടിക്കിന്റെ ഒരു എഫക്ട് കിട്ടിയാണ്. ഞാൻ പറഞ്ഞു, ടീച്ചർമാരായി എങ്ങനെ വേണം, എപ്പോഴും ചിരിച്ച മുഖം. ആരോട് സംസാരിക്കുകയായാലും നമ്മൾ എന്തിനു വിളിക്കുകയായാലും ഒക്കെ ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ് അവര് നമ്മളെ എന്തോ ഒരു ഇതിലാ പറഞ്ഞു തരണേ എന്നൊക്കെ പറഞ്ഞു ഞാനിവിടെ ആളോട്. ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോ ഞാനത് പറഞ്ഞു, ടീച്ചർമാരെ നല്ല രസത്തില് വർത്താനം പറയുന്നുണ്ട്. എപ്പോഴും അത് ചിരിച്ച മുഖമായിരുന്നു അവർക്ക്. നമ്മള് ചെന്ന് കാണുമ്പോ തൊട്ട് വരണ വരെയും അവരുടെ മുഖത്തുനിന്ന് ആ ചിരി മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടായി. വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടായേനെ. നമ്മളുടെയൊക്കെ അസറ്റ് അതാണ്. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് തന്നെ കുട്ടികളാണല്ലോ. നമ്മളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞു വരുമ്പോഴല്ലേ തമ്മിൽ പിന്നെ ഓരോരോ ബോണ്ടിങ്, ഓരോരോ ബാച്ച് കഴിയുമ്പോൾ അപ്പോഴാണ് അവര് ഭയങ്കര സങ്കടം വരുന്നത്. അവർ ആ ടൈം ആവുമ്പോൾ മെസ്സേജ് അയക്കും. അവരുടെ ക്ലാസ്സിന്റെ ടൈം ആവുമ്പോൾ 11:30 ആണെങ്കിൽ അല്ലെങ്കിൽ 1:30 ആണെങ്കിൽ അവർ മെസ്സേജ് അയക്കും, മിസ് ഈ ടൈം ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 1 ഇയർ കോഴ്സ് അല്ലേ. പിന്നെ ആ ഒരു ബന്ധം ഇങ്ങനെ തുടരാം. അങ്ങനെയാണ്. ഓക്കെ. നിങ്ങളുടെ ബാച്ചിന് ഞാൻ എപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ബർഷീനയാണ്. ഷീന ഇപ്പൊ ഇലക്ഷൻ നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ബാച്ചിലല്ലേ ബർഷീന? ഇലക്ഷന് നിൽക്കുന്നുണ്ട് ബർഷീന. അപ്പൊ ഞാൻ ഓർക്കാറുണ്ട് ഇങ്ങനെ ഓരോ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോ ഇങ്ങനെ നമ്മുടെ ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ബർഷീനയാണ് കോൺടാക്ട് ചെയ്യാറ്. ബർഷീനയും കുറെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. സ്കൂളിൽ പോയപ്പോ എക്സ്പീരിയൻസ് ചെയ്തതും അങ്ങനെ ബർഷീന ചെയ്ത ഒരു ആക്ടിവിറ്റിയുടെ പേപ്പറിൽ ഫോട്ടോ വന്നതും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ എന്തെങ്കിലും മെസ്സേജ് നിങ്ങളുടെ ബാച്ചിലേക്ക് അയക്കുന്നത് പെട്ടെന്ന് എനിക്ക് ബർഷീനയെ കിട്ടുള്ളൂ. ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്ന MT12 ഒരു കുട്ടി ബർഷീനയാണ്. വേറെ പേര് മനസ്സിലേക്ക് ഓർക്കില്ല. ഇപ്പൊ ഞാൻ ആരുടെയൊക്കെ സേവ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അളകയുടെ ഒക്കെ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എനിവേ എന്തായാലും ഷെയർ ചെയ്യൂ നിങ്ങളുടെ ബാച്ചുമായിട്ട്. ഇനിയുള്ള മൊമെന്റ്സ് കൂടുതൽ ഭംഗിയാക്കാം, നഷ്ടപ്പെടുത്തരുത്. സോ പ്രയർ പ്ലീസ്. പറയാം. Oh Lord, bless our day with peace and light. Guide our thoughts to choose what is right. Fill our hearts with love and kindness. Give us strength to learn with engagements. Protect our teachers, friends, and all. Be with us always, large or small. Thank you. ഓക്കെ. ഇനി നിങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ?
ഓക്കെ ഫൈൻ. നമുക്ക് എവിടെ വരെയായി നിങ്ങള്? ടേം 1 എക്സാമിനേഷൻ കഴിഞ്ഞു, ടേം 2 പോർഷൻസ് ആണ് എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ? എവിടെ വരെയായി? സെക്കൻഡ് പീരീഡ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാട്ടോ. സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞത് നമ്മൾ കളർ ടാബ്ലറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതല്ലോ. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത സ്റ്റേജസിൽ സെക്കൻഡ് പീരീഡ് ആണോ? അതാന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെ ഫസ്റ്റ് ചൈൽഡ്ഹുഡ് 606 വന്നിട്ട് ഓക്കെ. നമ്മള് അത് 7ലാ. നിങ്ങൾ തേർഡേ ആയിട്ടുള്ളൂ അല്ലെ? തേർഡ് യൂണിറ്റിലേ ആയിട്ടുള്ളൂ പാർട്ട് 3 നമുക്ക് യൂണിറ്റ് 7, അതായത് മോണ്ടിസോറി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്തത് എൻവിയോൺമെന്റ്, അതിനകത്ത് കളർ ടാബ്ലറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 3 പീരീഡ്സ് ആയിട്ടാണ്. ഞാൻ അതാന്ന് വിചാരിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്കൻവാടി പോയില്ല? അങ്കൻവാടി പോവല്ലേ? അങ്കൻവാടി പോണ ഇന്ന് പോയില്ലല്ലോ. ഞങ്ങൾക്ക് എറണാകുളം വരെ ഒന്ന് പോണായിരുന്നു. അപ്പം 2 ദിവസത്തെ യാത്ര പുള്ളിക്കാരിക്ക് ഒരു ക്ഷീണം, അതുകൊണ്ട് ഇന്ന് പോയില്ല. ആണോ? നാളെ പോവോ? പോയില്ല. ഇനി എന്നാ അമ്മയുടെ സ്കൂളിൽ വരുന്നേ? നീ എന്നാ വരുന്നേ? ചേച്ചിമാരൊക്കെ വരുമ്പോ വരാന്ന് പറയാം. ചേച്ചിമാരൊക്കെ വരുമ്പോ വരാം. ഓക്കെ, വരണോട്ടോ. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? അവരൊക്കെ കൂട്ടിട്ട് വരണം. വീട്ടിലുള്ളവരെയൊക്കെ കൂട്ടിയിട്ട് വരണം. അച്ഛനും നിന്നോമാനെയൊക്കെ എല്ലാരെയും കൂട്ടിക്കൊണ്ട് വരാം. ഓക്കെ. കൊച്ചിനെ ഫോട്ടോയിൽ വെക്കാന്ന് വെച്ചു. എന്നെ എന്താ ഫോട്ടോയിൽ വെക്കാത്തെ? അയ്യോ, ഇനി വരുമ്പോ എന്തായാലും ആദ്യം മോളെ ആയിരിക്കും വയ്ക്കണത് കേട്ടോ. ചേച്ചിമാരൊക്കെ എന്ത് അന്ന് കണ്ടേ? അന്ന് കണ്ട ചേച്ചിമാര് കുറച്ചുപേര് ഇവിടെ ഉണ്ടാവും, അവരൊക്കെ വീട്ടിലുണ്ടാവും. എന്നാ അവരൊന്ന് കാണിച്ചോന്നേ. അയ്യോ, എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, അവരെന്നെ വിചാരിക്കണം. ഇനി ഒരു ദിവസം അങ്ങോട്ട് നേരിട്ട് വാ. ഒരു ദിവസം അങ്ങോട്ട് നേരിട്ട് വരും, അപ്പൊ എല്ലാരെയും നേരിട്ട് കാണാലോ. ഫോട്ടോയും വീഡിയോയും കാണണ്ടല്ലോ. നാളെ വരാം. നാളെ വരുവോ? ശരി, അപ്പൊ നിറയെ ഫോട്ടോ എടുക്കാട്ടോ. ചാച്ചാ. കഴിഞ്ഞ ദിവസം ഒരു മോൻ LKG അല്ല UKG പഠിക്കുന്ന ഒരു മോൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. തൊട്ടപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ വന്നതാ. അപ്പൊ ഇങ്ങനെ വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട്, ജിഷാൻഡി പരിചയപ്പെട്ട് അപ്പൊ തന്നെ നമ്മളെ നേരെ സംസാരിക്കാൻ തുടങ്ങിട്ടോ. ജിഷാൻഡി, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ ഭയങ്കര സീരിയസ് റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നിട്ട് അവളെയൊക്കെ ഞാൻ കിസ് കൊടുത്തു ഇങ്ങനെയൊക്കെ പറയുവാണെ. അപ്പൊ എനിക്ക് ചിരി വരുക. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് ചിരി വരിക. ഞാനിപ്പോ കുട്ടികളുടെ അവരുടെ ആ ഒരു നിഷ്കളങ്കത ആലോചിക്കുകയാണ്. അവരെന്താ ചെയ്യണേ അതിനെപ്പറ്റി. ഞങ്ങൾ ഭയങ്കര സീരിയസ് റിലേഷൻഷിപ്പിലാണ് എനിക്ക് പറയുന്നത്. അവരെവിടെ എന്ത് കേട്ടിട്ടാണോ അവർക്കത് മനസ്സിലായിട്ടാണോ എന്ന് അറിയില്ല. അങ്ങനെ ആ മോൻ പറയണ്ടേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു ദിവസം കൂടെ വന്നു കളിക്കാനായിട്ട് വന്നു. മോന്റെ കൂടെ കളിക്കാനായിട്ട് വന്നു. 9th-ലാണ്. അവന്റെ കൂടെ ഫുട്ബോൾ കളിക്കാനായിട്ട് വന്നു. അവര് വന്നപ്പോ എനിക്കത് മനസ്സിലുണ്ട്, പക്ഷെ ഞാൻ ചോദിച്ചില്ല. അവനെ ട്രിഗർ ചെയ്യണ പോലെ ആവുമല്ലോ, അപ്പൊ തന്നെ ചോദിച്ചൊന്നുമില്ല. പക്ഷെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ക്യൂട്ട്നെസ്സും ചിരിയും വരുമായിരുന്നു.
ഈ കുട്ടികളുടെ ഓരോ കാര്യം. ഇവിടെയുണ്ടല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഇവളുടെ അച്ഛൻ ഒരു ചേട്ടനാവുക. ചേട്ടന് 2 കുട്ടികളുണ്ട്. മൂത്തയാള് 5 വയസ്സുള്ള പെൺകുട്ടി, ഇളയാള് 9 മാസം പ്രായമുള്ള ആൺകുട്ടി. അപ്പം ഇങ്ങനെ ചേച്ചി പ്രഗ്നന്റ് ആയിരിക്കുന്നൊക്കെ ഇങ്ങനെ ഇവള് കാണുന്നുണ്ടല്ലോ. എന്നിട്ട് കുട്ടി ഉണ്ടായി. അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുക. അത് കഴിഞ്ഞ് ചെറുക്കനുണ്ടായി, വലിയ സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പൊ അവൻ പയ്യെ പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പം ഇവൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇവർക്ക് 2 പേർക്കിട്ടും കൈ കിട്ടുന്നത് വെച്ച് തല്ലും. എന്ത് കിട്ടിയാലും ഇവിടെ തല്ലും. അപ്പൊ ഇവള് കഴിഞ്ഞ ദിവസം ചേച്ചിയോട് പറയുക, ചിത്രാമ്മേ ഈ ചെറുക്കൻ ഞാൻ വിചാരിച്ചതുപോലെയല്ല, ആളത്ര ശരിയല്ല. അതുകൊണ്ട് ചിത്രാമ്മ ഒരു കാര്യം ചെയ്യ്, ചിത്രാമ്മ ഇവനെ തിരിച്ചാ വയറ്റിലേക്ക് തന്നെ കയറ്റി വിട്ടിരിക്കുക. എന്നിട്ട് അവിടുന്ന് ഒരു പെങ്കൊച്ചിനെ ഇങ്ങെടുത്തേക്ക്, അതാ നല്ലതെന്ന്. ശരി, നല്ലൊരു ഇമാജിനേഷൻ അല്ലേ? അതെ. അപ്പൊ തിരിച്ച് ഞങ്ങള് ഒത്തിരി നേരം തിരിച്ച് വയറ്റിലേക്ക് കയറ്റി വിടണമെന്നുള്ള അവളുടെ ആ ഒരു കൺസെപ്റ്റ്. വയറ്റിൽ നിന്നല്ലേ വന്നത്, അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വിട്ടേക്കാന്നുള്ളായിരുന്നു. അയ്യോ, ഒരു വലുതാവുമ്പോ നമുക്ക് ഇതൊക്കെ പറഞ്ഞ് ചിരിക്കാന്നേ ഉള്ളൂ, ഓർത്ത് ചിരിക്കാന്നേ ഉള്ളൂ അല്ലേ? അതെ. നമ്മുടെ ഹസ്ബൻഡ് എപ്പോഴും പറയും, കുട്ടികൾ വലുതാവരുത്, അവരിങ്ങനെ ഇരിക്കണം, അവരിങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കണം. ചെറിയൊരു പ്രായത്തിൽ അവരുടെ കുറെ ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, കഴിഞ്ഞിട്ട് അവർക്ക് ഈ പറയുന്നവര് കോൺഷ്യസ് ആവുമ്പോഴാണ് അവരതൊക്കെ അങ്ങ് മാറ്റി അവരങ്ങോട്ട് ഭയങ്കര കോൺഷ്യസ് ആവും അവരെ കുറിച്ച് തന്നെ. അപ്പൊ അങ്ങനെയാണ് അവരുടെ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നിന്നു പോകുന്നത്. എനിവേ, നമുക്ക് നോക്കാം 6 to 12 ഇയേഴ്സിൽ മറിയ മോണ്ടിസോറി എന്താണ് ഈ കുട്ടികളെ പറ്റി പറയുന്നത്. 6 to 12 ഇയേഴ്സ് ചൈൽഡ്ഹുഡിലെ 2ാമത്തെ പീരീഡ് ആണ്. 0 to 12 ഇയേഴ്സ് ആണ് ചൈൽഡ്ഹുഡ്. അതിലെ സെക്കൻഡ് പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് 6 to 12 ഇയേഴ്സ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നോ സെക്കൻഡ് പീരീഡ്? ഫിസിക്കൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ചേഞ്ചസ് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ പാൽപ്പല്ലൊക്കെ പൊഴിഞ്ഞു പോയി, പുതിയ പല്ലൊക്കെ വരുന്നതിന്റെ. അപ്പൊ അത് പറഞ്ഞപ്പോഴും ഓർത്തെ, കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ 16-ലാണോ 19-ലാണോ ഏതൊരു ബാച്ചിൽ പറയായിരുന്നു, മോള് +1 or +2 ആയി, പക്ഷെ 2 മിൽക്കി ടീത്ത് അത് പോയിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുക, പക്ഷെ ശ്രദ്ധിച്ചില്ലാന്ന്. ആ മോളുടെ താഴെയുള്ള ആളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പല്ലിന്റെ കാണിക്കാൻ പോയപ്പോഴാണ് ഈ മോൾ എന്തോ സ്മൈൽ ചെയ്തപ്പോ ഡോക്ടർ ശ്രദ്ധിച്ചത്. കാരണം ആ +2 എന്ന് പറയുമ്പോൾ ഊഹിക്കാലോ നമുക്ക് ഏജ്, ആ ഒരു പ്രായത്തിൽ അത് പോകാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാടല്ലേ. പിന്നെ പറിച്ചു കളഞ്ഞാലും പല്ല് വരുമെന്ന് സംശയമുണ്ട്. അങ്ങനെയൊക്കെ, അങ്ങനെ കുട്ടി ഭയങ്കര ഒരു ടെൻഷനിലായി പോയി എന്ന് അതിന്റെ അമ്മ പറയുമായിരുന്നു. അപ്പൊ ശരിക്കും ഈ ഒരു പ്രായത്തിലാണ് അവരുടെ, നമ്മളും ശ്രദ്ധിക്കുന്നില്ലല്ലേ, പല്ല് പറഞ്ഞു പോയോ എന്ന് നമ്മൾ നോക്കുന്നില്ല. ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും, സൈഡിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവില്ലായിരിക്കും. എന്തായാലും ആ ഒരു സമയത്ത് കുറെ ഫിസിക്കൽ ചേഞ്ചസ് വരുന്നു. ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും ഒന്നുകൂടെ വായിക്കാം, ഒന്നുകൂടെ റീഡ് ചെയ്യാം ആരെങ്കിലും. നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ റിലേറ്റ് ചെയ്തോളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. രണ്ടും വായിക്കണേ, ഫിസിക്കൽ ചേഞ്ച് ആൻഡ് മെന്റൽ ചേഞ്ചസ്. ഞാൻ റീഡ് ചെയ്യാം മിസ്സേ. Okay. Physical changes. The physical changes are more intense during the 6 to 9 period than that of the 9 to 12 period. Children's teeth fall out and permanent teeth grow in. They have better powers of resistance against diseases. Their physical health is more stable. The muscle development and children become stronger. Their physical strength and stability gives them great stamina and energy. ഫിസിക്കൽ ചേഞ്ചിൽ കുട്ടികൾക്ക് 6 to 9 മാസം, പിന്നെ 9 to 12, 1 വയസ്സിന്റെ ഉള്ളിലാണ് അവർക്ക് പാൽപ്പല്ല് വരുന്നത്. അവരുടെ പെർമനന്റ് ടീത്ത്, പാൽപ്പല്ലുകൾ അവർക്ക് 1 വയസ്സ് 6 മാസം മുതൽ 9 മാസത്തിന്റെ ഉള്ളിലാണ് അവർക്ക് പാൽപ്പല്ല് വന്നു തുടങ്ങുന്നത്. പിന്നെ ദേ ഹാവ് ബെറ്റർ പവർ ഓഫ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഡിസീസസ്. അവർക്ക് അസുഖങ്ങളോട് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടുതൽ ഉണ്ടാവേണ്ട സമയമാണ്. ദ ഫിസിക്കൽ ഹെൽത്ത് ഈസ് മോർ സ്റ്റേബിൾ. അവരുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആവേണ്ട സമയമാണ്. ദ മസിൽ ഡെവലപ്മെന്റ് ചിൽഡ്രൻ ബിക്കം സ്ട്രോങ്ങർ.
അവരുടെ മസിലുകളുടെ ഡെവലപ്മെന്റ് ഒക്കെ സ്ട്രോങ്ങർ ആയിരിക്കും. ദയർ ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഗീവ് ദം ഗ്രേറ്റ് സ്റ്റാമിന ആൻഡ് എനർജി. അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും നല്ല എനർജിയും ഒക്കെ ഉണ്ടാവേണ്ട ഒരു സമയമാണ് 6 to 9ഉം 9 to 12 ഒരു വയസ്സിന്റെ ഉള്ളില്. അങ്ങനെയാണോ മിസ്? ഇയേഴ്സ് ആണ്, 6 to 12 years ആണ്. 6 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്ക്. അപ്പൊ 1 വയസ്സൊക്കെ ആവുമ്പോൾ അവർക്ക് പാൽപ്പല്ലുകൾ വന്നു തുടങ്ങും. പിന്നെ 9 വയസ്സ് മുതൽ 12 വയസ്സാകുമ്പോഴേക്കും അവരുടെ പാൽപ്പല്ലുകളൊക്കെ പോയിട്ട് പെർമനന്റ് ടീത്ത് വരേണ്ട സമയമാണ്. പിന്നെ അവർക്ക് ആ സമയത്താണ് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂടുതൽ ഉണ്ടാവേണ്ടത്. പിന്നെ അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് ഒക്കെ കൂടുതലും സ്റ്റേബിൾ ആവേണ്ട സമയം 9 to 12 ഇയറിലാണ്. അവർക്ക് അപ്പോഴാണ് അവരുടെ ബോഡിയിൽ ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ കണ്ടു തുടങ്ങേണ്ട സമയം. പിന്നെ അവർക്ക് അവരുടെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് വരേണ്ട സമയം ഈ 9 to 12 ഇയേഴ്സിന്റെ ഉള്ളിലാണ്. ഗേൾസ് ആണെങ്കിൽ അവർക്ക് മെച്യൂരിറ്റി വരേണ്ട ആ സമയത്താണ് അവർക്ക് അവരുടെ മെൻസ്ട്രസ് പീരിയഡ്സ് ഒക്കെ വേണ്ട സമയമാണത്. അതേപോലെ തന്നെ അവരുടെ ബോഡിയിലൊക്കെ ചേഞ്ചസ് വരുന്ന സമയം 9 to 12 ഇയേഴ്സ് ആവുമ്പോഴാണ്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് വായിക്കട്ടെ. മെന്റൽ ചേഞ്ചസും വായിച്ചു. Mental changes. In this period, children work with the materials to achieve self-integration. This characteristic is further enhanced in the second period. Children have immense power and are capable of big effort and concentration. Their creative talents are limitless. The children's purpose is the formation of their minds. Children ingest information from the environment, internalize it, and then bring it into existing relationship with what is already there. Children are very interested in knowledge during this period. ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 0 to 6 ഇയേഴ്സ് വരെയാണ്. അതിൽ ചിൽഡ്രൻ വർക്ക് വിത്ത് മെറ്റീരിയൽസ് ടു അച്ചീവ്. അവർ ഓരോ മെറ്റീരിയൽ വെച്ചിട്ട് വർക്ക് ചെയ്യാനൊക്കെ അവർ നല്ല താല്പര്യമുള്ളവരായിരിക്കും. അവർക്ക് സെൽഫ് ഇൻറ്റഗ്രേഷൻ, തനിയെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും കളിക്കാനൊക്കെ ആവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. ദിസ് ക്യാറ്റ് ഫർദർ എൻഹാൻസ് സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത് 6 to 12 ഇയറിലെ അവർക്ക് ഇമ്മൻസ് പവർ ഓഫ് കേപ്പബിൾ ടു ബിഗ് എഫേർട്ട് വലിയ കാര്യങ്ങളിൽ അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെലുത്താൻ കഴിയും. their creative talent are limitless. അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. അവർ തനിയെ തന്നെ ഓരോ കളികളായാലും അല്ലെങ്കിൽ ഓരോ അവരുടെ ആക്ടിവിറ്റികളിലായാലും അവർ കൂടുതലായിട്ട് ആ സമയത്താണ് കൂടുതൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. ചിൽഡ്രൻസ് purpose is formation of their mind. Children ingest formation of environment. പരിസ്ഥിതിയായിട്ട് കൂടുതൽ അവർക്ക് എൻവിറോൺമെന്റ് ആയിട്ട് അവർ കൂടുതലായിട്ടും അടുത്ത് അവിടെ നിന്ന് കിട്ടുന്ന എല്ലാവരും ഇൻജസ്റ്റ്, അതായത് കൺസ്യൂം ചെയ്യുന്നു. അവരത് മുഴുവനും അബ്സോർബ് ചെയ്യുന്നു. അത് ഫുൾ അങ്ങ് ഏറ്റെടുക്കും, എന്തൊക്കെ കാണുന്നു കേൾക്കുന്നു. ഓക്കെ, പ്ലീസ് കണ്ടിന്യൂ. internalize it and then bring it into existing relationship with what is already there. Children are very interested in knowledge during this period. അവര് ഈ സമയത്ത് അവരുടെ സെക്കൻഡ് പീരീഡിൽ അവരെല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് അറിയാനുള്ള താല്പര്യം അവർക്ക് കൂടുതലായിരിക്കും. അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അതിനുള്ള സോഴ്സ് കണ്ടുപിടിച്ചിട്ട് അവർക്ക് നോളജ് കൂടുതലായിട്ടും അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുള്ള സമയമായിരിക്കും അവരുടെ സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത്. ഇത്രയ്ക്കാൻ തോന്നുന്നു. നമ്മളിപ്പോ സെക്കൻഡ് പീരീഡ് ആണ് പറഞ്ഞത്, 6 to 12 ഇയേഴ്സ്. ഫസ്റ്റ് പീരീഡ് 0 to 6 ഇയേഴ്സിലെ 3 to 6 ഇയേഴ്സ് നമ്മൾ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോ പറഞ്ഞു ഏതൊക്കെ രീതിയിലാണ് അവർക്ക്
ഡെവലപ്മെന്റ് നടക്കുന്നവരെ നമ്മൾ ഫ്രീഡം കൊടുക്കുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ഡിസിപ്ലിൻ ആകുന്നു, അവരുടെ ഒരു ഓർഡർ ഉണ്ടാകുന്നു, ഒബീഡിയൻസ് ഉണ്ടാകുന്നു. അവരുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റിക്കൊന്നും ഈ ഫ്രീഡം കൊടുക്കുന്നതാണ് തടസ്സം ഉണ്ടാവുന്നില്ല. അവരുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഒക്കെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പായി വരുന്നു. പിന്നെ അവർ പല രീതിയിലുള്ള മോറൽ വാല്യൂസ് പഠിക്കുന്നു. ഇങ്ങനെയെല്ലാം നമ്മൾ പഠിച്ചു. അവരുടെ സ്പിരിച്വൽ ലൈഫ്, അവർക്ക് ആളുകളോടുള്ള ആ ഒരു മനോഭാവം, ആറ്റിറ്റ്യൂഡ്, ഒരു ഹെൽപ്പിംഗ്, അതുപോലെ തന്നെ ഷെയറിങ്, കുട്ടികളുടെ ഷെയറിങ് ഒക്കെ ഉണ്ടാവുന്ന ഒരു പ്രായമാണ് ആ ഒരു 0 to 6 years. അവർ സ്കൂൾ എന്നുള്ള ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അങ്ങനെ. പിന്നെ അതുമല്ല അവരുടെ ഏജിലുള്ളവരെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ക്യൂരിയസ് ആയിരിക്കും. അവരുമായിട്ട് കളിക്കാനും അവരുമായിട്ട് നല്ലപോലെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് പഠിക്കുന്നു. പിന്നെ അവർ കൂടുതൽ എപ്പോഴും കാണുന്ന വ്യക്തികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നു. ഇതൊക്കെയാണ് നമ്മൾ 0 to 6 years നമ്മൾ പറഞ്ഞത്. ഇനി അതിൽ തന്നെ ആ ഫസ്റ്റ് സ്റ്റേജിലെ രണ്ടാമത്തെ പീരീഡ് 6 to 12 years ആണ് ഇപ്പോൾ സുബിത പറഞ്ഞുകൊണ്ടിരുന്നത്. ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, മെന്റൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. നമുക്കറിയാം ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് എപ്പോഴും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരും. പക്ഷെ ഒരു 6 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഇവരുടെ ഇമ്മ്യൂണിറ്റി പവർ സ്ട്രോങ് ആവും. ആ അസുഖങ്ങൾ വരുന്ന ആ ഒരു ഇന്റർവെല് അത് കുറയും. ഇല്ലാന്നൊന്നുമല്ല, പക്ഷെ കുറയും. അങ്ങനെ അവർ കുറച്ചുകൂടി ഇമ്മ്യൂൺ ആവുന്നു. അവരുടെ പെർമനന്റ് ടീത്ത് വരുന്നു ഈ ഒരു പീരീഡില്. പിന്നെ ഫിസിക്കൽ ഹെൽത്ത് കൂടുതൽ സ്ട്രോങ് ആവുന്നു. അവർക്ക് അതുപോലെയുള്ള ഗ്രൂപ്പ് ആയിട്ടുള്ള ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ താല്പര്യമായിരിക്കും. ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഓടാനും ചാടാനും അങ്ങനെയുള്ള റിലേറ്റഡ് ആ ഒരു ആക്ടിവിറ്റീസിനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. പക്ഷെ സ്റ്റെബിലിറ്റിയും കിട്ടും. അങ്ങനെ അവർക്ക് സ്റ്റാമിനയും എനർജിയും കിട്ടും. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ മാറും. അവര് മോർ എന്നുള്ള രീതിയിൽ വരും. കൂടുതൽ അവര് ടേസ്റ്റ്, എല്ലാ കാര്യങ്ങളും വ്യത്യാസം വരും. അവരുടെ ഇഷ്ടങ്ങൾ മാറും. അങ്ങനെ കുറെ ടേസ്റ്റും ഇൻട്രസ്റ്റും എല്ലാം മാറിക്കൊണ്ടിരിക്കും. മെന്റൽ ചേഞ്ചസ് കുട്ടികളും മെറ്റീരിയൽസുമായിട്ട് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു പീരീഡിൽ. എന്തൊക്കെയാണോ അവർ ആക്റ്റീവ് ആയിരിക്കുമല്ലോ അവർ. അപ്പൊ ആക്ടിവിറ്റീസ് ആണ് അവർ കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് സെൽഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പൈൻ ചെയ്യാനുള്ള കഴിവ്. ഡിസോർഡർ അല്ല അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും. അവർക്ക് കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അത് കമ്പൈൻ ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികള് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് അറിയാം ഒരു പാത്രത്തില് എന്തെങ്കിലും ഒരു ചെറിയൊരു പാക്കറ്റ് ചെയ്യുന്ന ഫില്ല് ചെയ്ത് വെക്കണം എന്ന് അമ്മ പറയുമ്പോ തന്നെ അവർ ആ പാക്കറ്റ് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് അത് ഫില്ല് ചെയ്ത് അത് നല്ലപോലെ അടച്ച് അത് എവിടെയാണോ വെക്കേണ്ടത് വെക്കുന്നു. ഈ കവർ പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് കളക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർ കൊണ്ടുപോയി ഇടും. അപ്പൊ ഇവർക്ക് കാര്യങ്ങൾ കമ്പൈൻ ചെയ്യാനായിട്ട് അറിയാൻ പറ്റും. പാത്രം തുറന്നു, ഫില്ല് ചെയ്തു, ആ തുറന്നത് അങ്ങനെ തുറന്നു വെച്ചു, ആ പ്ലാസ്റ്റിക് ഒരു ഭാഗത്തിട്ടു. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയില്ല, ഓർഡർ അറിയില്ല. ചെറു പ്രായത്തിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, തുറന്നത് അടിക്കണമെന്നോ അതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഏറ്റവും ചെറിയ പ്രായത്തിൽ. പക്ഷെ ഈ ഒരു പ്രായത്തിൽ അവർ ചെയ്യുന്നതെല്ലാം ഒരു സെൽഫ് ഇന്റഗ്രേഷൻ കൂടുന്നു. കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് കമ്പൈൻ ചെയ്ത് ചെയ്യാനായിട്ട് അവർ പഠിക്കും. അതുപോലെ തന്നെ ഇവരുടെ എഫേർട്ട് കൂടുതലായിരിക്കും, കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, ക്രിയേറ്റിവിറ്റി അതൊക്കെ ലിമിറ്റ്ലെസ് ആണ്. അതായത് ഒരു അതിനൊരു ലിമിറ്റ് ഒന്നുമില്ല. നല്ല വൈഡ് ആയിട്ടായിരിക്കും ഇവരുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും. അതുകൊണ്ടാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾ സ്കൂളിലാണെങ്കിലും വളരെ ക്രിയേറ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ കുട്ടികളെ അബാക്കസ് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചേർക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രായം ഇതാണ്. ഡ്രോയിങ് അങ്ങനെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചേർക്കാൻ ഏറ്റവും പറ്റിയ ഒരു പ്രായമാണ്. അങ്ങനെ അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെസ് അങ്ങനെയുള്ള ചില ബോർഡ് ഗെയിംസ് ഒക്കെ ആകുമ്പോൾ ഇവരുടെ കോൺസെൻട്രേഷൻ ഒക്കെ ഭയങ്കര ഹൈ ആയിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ അത് കിട്ടും. നമ്മൾ പറയില്ലേ കുറെ പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ തലയിൽ പല കാര്യങ്ങളും നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. 18 അതാണ് ഈ കുട്ടികൾ 18 വയസ്സായ ഉടനെ തന്നെ പോയിട്ട് ഡ്രൈവിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. കാരണം അങ്ങനെ ഒരു റൂൾ ഉള്ളത് കൊണ്ടാണ് 18 വയസ്സ് കഴിഞ്ഞാലേ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. വണ്ടി എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ളവർക്ക് ലൈസൻസ് കിട്ടി വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. കുട്ടികൾ 18 വയസ്സ് കഴിയുമ്പോഴേ ശരി. അപ്പൊ അവർക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും. അതേസമയം ഏതെങ്കിലും ഒരു ജോബിൽ ഇരിക്കുന്നവര് ആ ജോലിയുടെ ഇതിന് വേണ്ടിയിട്ട് യാത്രയായിട്ട് ഇത് ഇതാക്കാനായിട്ട് അങ്ങനെ കുറച്ചും കൂടെ ഏജ് ആയിട്ട് വന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് അത്രയും കോൺസെൻട്രേഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം അവരുടെ ആ ഒരു ഇമാജിനേറ്റീവ് പവറൊക്കെ അതിനൊക്കെ മങ്ങലേറ്റിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെയാണ് ഒരു വ്യത്യാസം, കുട്ടികളും വലിയ ആൾക്കാരും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്. അവര് പുറത്തു നിന്ന് കാണുന്ന ഇൻഫർമേഷൻസ് ഇൻജസ്റ്റ് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു, അങ്ങനെ അവരത് വലിച്ചെടുക്കുന്നു.
ആ എൻവയോൺമെന്റിലുള്ളത്. പിന്നെ അങ്ങനെ കിട്ടിയ ഇൻഫർമേഷനെ അവര് അനലൈസ് ചെയ്യുന്നു, ഇന്റേണലൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഓൾറെഡി അവർ കണ്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ ഈ ഒരു സമയത്ത് അവർക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയസും ഇൻട്രസ്റ്റും ആയിരിക്കും. അവർ ചോദിക്കും എന്തുകൊണ്ടാണ് അത് അങ്ങനെ, അത് ഇങ്ങനെ ആകാതിരുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള രീതിയിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഐസക് ന്യൂട്ടൻ കുറച്ചുകൂടെ പ്രായത്തിന് ശേഷമാണ് ആപ്പിള് താഴേക്ക് വീണപ്പോ എന്തുകൊണ്ട് ഇത് താഴേക്ക് വീണു, മുകളിലേക്ക് പോയില്ല, സൈഡിലേക്ക് പോയില്ല എന്നൊക്കെ ചിന്തിക്കില്ലേ? അതുപോലൊരു ചിന്തയാണ് ഇവിടെയും കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും എന്തുകൊണ്ടാണ് അതിങ്ങനെ, എന്തുകൊണ്ടാണ് അതിങ്ങനെ. അവര് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് പല പല കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഞാൻ മോനെ ഇങ്ങനെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ അതിലിങ്ങനെ മാത്സിന്റെ ടെക്സ്റ്റില് ഈ പൈതഗോറസിന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന പോലെ ഒരു ചെറിയൊരു പാരഗ്രാഫ്. അപ്പം അവനിങ്ങനെ പൈതഗോറസ് തിയറം ഒക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക 9th ഞാൻ. അപ്പൊ അവൻ എന്നോട് പറയാ ടൈം ട്രാവൽ ചെയ്തിട്ട് ഇയാളെ ഈ പൈതഗോറസിനെ അങ്ങ് ഇല്ലാതാക്കായിരുന്നു, ജനിപ്പിക്കണ്ടായിരുന്നു ടൈം ട്രാവൽ ചെയ്തിട്ട്. കേട്ടപ്പോ എനിക്ക് ചിരി വന്നു. അപ്പൊ അവരുടെ ഒരു ഇമാജിനേഷൻ അതാണ് ആ ഒരു പറയുന്നത്. പിന്നെ എന്തോ ഒരു കാര്യം മോളിവിടെ ഉണ്ടായിരുന്നു, മോനും അവളുണ്ടായിരുന്ന ഒരു സമയം. അപ്പൊ ഈ രണ്ടുപേരെയും ചെറിയ ടാസ്കുകൾ ഏൽപ്പിക്കാനായിട്ട് ഞാൻ അവൾക്കിപ്പോ ഭയങ്കര തലവേദനയായിട്ട്, അവൾക്ക് മൈഗ്രെയിന്റെ പ്രശ്നമുണ്ട്, തലവേദനയായിട്ട് ഇരിക്കുന്ന ആ ഒരു പണി കൊണ്ടുവന്ന് ഇവനെ ഏൽപ്പിക്കുമ്പോ അവൻ പറഞ്ഞു പ്രണവി ഏൽപ്പിക്കുക, അവളുടെ പേരാട്ടോ പറയുന്നത്, പ്രണവി ഏൽപ്പിക്കാൻ. അവൾക്ക് തലവേദനയാന്ന് പറഞ്ഞു. ഇവന് കിട്ടുന്നില്ല, ഇവൻ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയാം. ഇവൻ എന്നോട് പറയും എനിക്ക് മുടിവേദനയാന്ന്. അപ്പം അവനെ ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യം, എനിക്ക് മുടിവേദനയാണ്. പ്രണവിക്ക് മോൾക്ക് തലവേദനയാന്ന് പറഞ്ഞപ്പോ പറയും മുടിവേദനയാണ്. ഈ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി സ്പോണ്ടേനിയസ് ആയിട്ടാ വരുന്നേ, ചിന്തിക്കൊന്നും വേണ്ട. ഈ സ്റ്റാൻഡപ്പ് കോമഡിയൻസ് ഒക്കെ കോമഡി പറയില്ലേ, അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ. ഇപ്പൊ സുബിത പറഞ്ഞില്ലേ, ശുഭ പറഞ്ഞില്ലേ, മോള് ഇങ്ങനെ പറഞ്ഞു എന്നെ തിരിച്ച് വയറ്റിലേക്ക് തന്നെ വെച്ചിട്ട് ഒരു പെൺകൊച്ചിനെ എടുക്കാന്ന് പറഞ്ഞത്. ഇവര് ചിന്തിക്കുന്നത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് ഇവര് ചിന്തിക്കുന്നത്. ഒരു ചുറ്റും കാണുന്ന കാര്യങ്ങളെയൊക്കെ വെച്ചിട്ടാണ് ഇവര് ചിന്തിക്കുന്നത്. ആ ഒരു ഇൻഫർമേഷൻസിനെ വെച്ചിട്ട് ഇവർ ചിന്തിക്കുന്നത്. അവർ കിട്ടുന്നത് മുഴുവൻ അനലൈസ് ചെയ്ത് അവരത് വളരെ ക്രിയേറ്റീവ് ആയിട്ടും പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അവർക്ക് ആഗ്രഹമായിരിക്കും. അതാണ് വൈ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നത്. നെക്സ്റ്റ് ഒരു 2 സെന്റൻസ് മറിയം മോണ്ടിസോറി പറയുന്നുണ്ട് അടുത്ത പേജില്. കുട്ടികളുടെ ഈഗർനെസ്, ആകാംക്ഷ, എന്തെങ്കിലും അറിഞ്ഞു കഴിയുമ്പോൾ ആ അറിയുന്നതിനെ കൂടുതലായിട്ട് അറിയാനായിട്ട് ഇവർ എപ്പോഴും താല്പര്യം കാണിക്കും. അവർക്ക് എപ്പോഴും അതിനെപ്പറ്റി അറിയാനുള്ളൊരു ഹങ്കർ, വിശപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലാണ്. അപ്പൊ അവർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ കാര്യങ്ങൾ അവർക്ക് കിട്ടണം. അപ്പൊ അവരിങ്ങനെ അതിനെ അല്ലെങ്കിൽ അതുവരെയും അവർ സമ്മതിക്കില്ല. കേട്ട കാര്യങ്ങളെ കുറിച്ചും കണ്ട കാര്യങ്ങളെ കുറിച്ചും അവർ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, അത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഗൂഗിൾ നോക്കിയോ എയോട് ചോദിച്ചോ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഇവർക്ക് അല്ലാതെ കിട്ടേണ്ട കുറെ കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്നുണ്ട്. ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തുനിന്ന് അവരോട് ചോദിക്കുമ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറെ വാല്യൂസ് അവരിൽ നിന്ന് കിട്ടും. എനിക്ക് തോന്നുന്നു ഗൂഗിളും എയോടും അവരൊരു കാര്യം ചോദിക്കുമ്പോൾ വാല്യൂസ് ഉള്ള കാര്യങ്ങൾ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ടെക്നിക്കലി കാര്യങ്ങൾ കിട്ടുമായിരിക്കും മുഴുവനായിട്ടും. പക്ഷെ നമ്മൾ സംസാരിക്കണം, കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം കൂടുതലായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരു കുട്ടി, അത് സൈക്കോളജി റിലേറ്റഡ് ഒരു കോഴ്സ് ചെയ്യാണ് ബാംഗ്ലൂർ ഒരു യൂണിവേഴ്സിറ്റിയുടെ. അതെനിക്കൊരു സർവേ ഫോം തന്നു. 3 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുടെ പാരന്റ്സിന് ഉള്ള ഫോമാണ്. അപ്പൊ എന്റെ മക്കൾ അതിൽ വലുതായല്ലോ, അപ്പൊ അതിനോട് ആർക്കെങ്കിലും ഷെയർ ചെയ്യണേന്ന് തോന്നുന്നു ഞാൻ അതിന്റെ സ്റ്റാറ്റസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലിതാണ് പാരന്റ്സ് കുറെ കൂടെ ഈ ഗാഡ്ജറ്റ്സുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അവരുടെ ജോലി പല പല കാര്യങ്ങൾക്കായിട്ട് കൂടുതലും ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, മൊബൈലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ പാരന്റ്സിന്റെ സ്ക്രീൻ യൂസേജ് കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അവരെന്തെങ്കിലും കാണിക്കാനായിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്നതിന് പടം വരച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഫോണിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർ വിചാരിക്കും അമ്മ തിരക്കാണ്, കാരണം പഴയ ഓർമ്മയുണ്ടാവും, എപ്പോഴെങ്കിലും ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോ ചെന്നപ്പോഴേക്കും വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ടുണ്ടാവും. അത് കാരണം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് കുട്ടി തിരിച്ചു പോകും. വീണ്ടും പലപ്പോഴും ഇതേ കാഴ്ചയായിരിക്കും കാണുന്നത്. ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയോ അല്ലെങ്കിൽ അച്ഛനെയോ ആയിരിക്കും കാണുന്നത്.
പല പ്രാവശ്യം കുട്ടി വരുമ്പോ ഇതേ കാഴ്ച കാണുമ്പോൾ ആ ഒരു സ്പേസ് കുട്ടിക്ക് ഉണ്ടാകുന്ന ആ ഒരു ടൈം അവിടെ നഷ്ടപ്പെടുവാണ് അല്ലെ, പാരന്റ്സ് ഫോണിന്റെ പുറകെ. അപ്പൊ ആ ഒരു സർവേ ആയിരുന്നു ആ കുട്ടി എനിക്ക് അയച്ചു തന്നത്. അതൊരു നല്ല ടോപ്പിക് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ 3 to 6 yearsലുള്ള കുട്ടികളുടെ കാര്യമാണ് ആ പാരന്റ്സിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സർവേ. ഓക്കെ, സോ ഇവർക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമായിരിക്കും ഈ ഒരു പ്രായത്തില്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നിൽക്കണം. അല്ലാതെ ഒരു റോങ് മെസ്സേജ് തരുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഇവർ പോകരുത് നമ്മളുടെ ഭാവത്തിൽ. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് അതിനുള്ള ടൈം കൊടുക്കുക തന്നെ വേണം. നെക്സ്റ്റ്, ക്യൂരിയസ് മൈൻഡും സോഷ്യൽ ചേഞ്ചസ്. ഈ രണ്ട് കാര്യങ്ങൾ അനിങ്ങ റീഡ് ചെയ്യാം. ക്യൂരിയോസിറ്റിയെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞുപോയി. അത് തന്നെയാണ് സോഷ്യൽ ചേഞ്ചസ്. നെക്സ്റ്റ്, യെസ്, എനിവൺ? Yes, teacher. Okay. Curious minds. As the child's absorbent mind disappears, a new way of relation on the environment demonstrates. It is the functioning of the environment and the relationship within which awakens the children's interest. Children constantly ask questions such as how, when, where, and why. They have developed their higher function required for analysis, and analysis allows children to compare, deduce, and arrive at the conclusion. Social changes. During this period, children follow their independence. They distance themselves from their environment. Children endeavor for further independence in both actions and thoughts. It is important to note that the children do not seek to leave their parents, but his role as a child in the family unit. Children are now starting to have friends and form their own peer group outside the family. Children in this age group play social games and they form new rules from their many experiences. ഓക്കെ, അഞ്ജുവിന് എന്തെങ്കിലും കണക്ട് ചെയ്ത് പറയാൻ പറ്റും? ടീച്ചർ, ക്യൂരിയസ് മൈൻഡ് വേണോ ടീച്ചർ? അത് വേണമെന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. കുട്ടികളുടെ ക്യൂരിയോസിറ്റി എന്തെങ്കിലും കേൾക്കുമ്പോൾ അവരിങ്ങനെ എന്താണ് അതങ്ങനെ, അതെന്തുകൊണ്ട് ഇങ്ങനെയായില്ല. ഓക്കെ, സോഷ്യൽ ചേഞ്ച് വരുമ്പോൾ ഒരു പീരീഡ് എത്തുമ്പോൾ കുട്ടികൾ അവർ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങും. ഫാമിലിയിൽ നിന്ന് ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യും. കാരണം അവർക്ക് പുറത്ത് ഒരു ഫ്രണ്ട്സുമായിട്ടായിരിക്കും കൂടുതൽ അവർ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ അവര് എന്തുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പും അങ്ങനെ അവരുണ്ടാക്കി ആ ഒരു അതിലേക്ക് ഒതുങ്ങും. ഷെയറിങ് മെന്റാലിറ്റി ആയാലും എല്ലാം ഫാമിലിയിൽ നിന്ന് മാറി. അതല്ലേ ടീച്ചറെ അതിൽ പറയുന്നേ? ഈവൻ ദോ ഒരു ഫാമിലിയിലാണ്, അതിന്റെ യൂണിറ്റ് ആണെങ്കിലും ഒരു കൂടുതലും പിയർ ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്യാനും സോഷ്യലൈസ് ചെയ്യാനും അതുപോലുള്ള ഗ്രൂപ്പ് ഗെയിംസ് പോലുള്ള ആക്ടിവിറ്റിയിലും ഏർപ്പെടാനായിട്ട് ആഗ്രഹിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ, ആഡ് ചെയ്യാനുണ്ടോ? അതെ, എനിക്ക് എന്റെ മോളുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാതെ പറ്റുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്സ് ആയിട്ട് അവര് കഴിഞ്ഞപ്പോ ആൾക്ക് 13 വയസ്സായി മോള്. അപ്പം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും എന്റെ അടുത്ത് നിന്നെല്ലാം ഷെയർ ചെയ്യും കാര്യം, അതൊക്കെ ശരിയാ. പക്ഷെ ആളുടെ ഫ്രണ്ട് ആളിപ്പം പൊതുവെ പുറമെ ഉള്ളവർ എൻ്റെ അടുത്ത് പറയും, മോള് എന്ന് വെച്ചാൽ ആള് കുട്ടി ടീച്ചർ പറഞ്ഞ കണക്ക് അന്ന് നന്നായിട്ട് സംസാരിക്കും, എല്ലാവരുമായിട്ട് സഹകരിക്കും. പക്ഷെ ഇപ്പൊ ആളൊരു സൈലന്റ് ആയി. ഒരു സഭയിൽ പോയാലും ഒരാളുടെ ഫ്രണ്ടിൽ നിന്നാലും ആള് കൂടുതൽ ആളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കാറില്ല. എന്തോ ആള് സൈലന്റ് ആയി. അപ്പൊ എല്ലാരും പറയാന്ന് വെച്ചാൽ പെട്ടെന്ന് ആ കുട്ടിക്ക് ഒരു ചേഞ്ച് ആയി, അതാ പറയുന്നത്. പക്ഷെ അവരുടെ ഫ്രണ്ട്സിന്റെ ആ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ആക്റ്റീവാണ്. അവരുടെ ലോകത്ത് എന്താണ് സന്തോഷത്തോടെയാണ്. ആ ഒരു ഇതുണ്ട്. അത് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു ഇത് വായിച്ചപ്പോഴേ ഞാൻ എന്റെ മോളെ ഓർത്തേ. അവർക്ക് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ശരിക്കും ഉണ്ടാകാൻ തുടങ്ങുന്ന ഒരു പ്രായമാണിത്. കാരണം അവരെന്ത് പറയും, ഇവിടെ മോന്റെ അടുത്ത് മുടി വെട്ടാനായിട്ട് ഞാൻ വിളിച്ച് മടുക്കൂട്ടോ. കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങോട്ട് വന്ന് പറയും, ഞാൻ മുടി വെട്ടാൻ പോവാന്ന്. ഞാൻ ഇവനെന്താ പെട്ടെന്ന് മുടി വെട്ടാൻ പോകുന്നത്? അപ്പൊ എന്താ അവന്റെ ഒരു ഫ്രണ്ട് വന്നിരിക്കുന്നത്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് മുടി വെട്ടാൻ പോവുക. അപ്പൊ അതാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ്. പിന്നെ നമ്മൾക്ക്
നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് കുട്ടികളുടെ ഫ്രണ്ട് സർക്കിള്, ആ ഫ്രണ്ട്സ് ഏതാണെന്നും മനസ്സിലാക്കണം. അവരുടെ പാരന്റ്സുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. മോള് ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ, ഹൈസ്കൂളിൽ നിന്ന് അവളിങ്ങനെ പറയും 10th ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും, കാരണം LKG തുടങ്ങി ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ 10th വരെ ആ LKG തുടങ്ങി ഉണ്ടായിരുന്ന കുറെ കുട്ടികൾ തന്നെ 10th വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ +1 +2 വരെ സ്കൂളിലേക്ക് പോകാറായപ്പോ അവളിരുന്ന് പ്രാർത്ഥിച്ച കാര്യം ഇതായിരുന്നു, എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടണേ. കാരണം ഫ്രണ്ട്സിന്റെ ഇൻഫ്ലുവൻസ് അത്രയാണ് അവരുടെ ലൈഫിലെന്ന് അവർക്കും അറിയാം, അത്രയും കോൺഷ്യസ് ആണല്ലോ. അപ്പൊ പറയാം നല്ല സുഹൃത്തുക്കളെ കിട്ടണേ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ആ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അത് ഇവർക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു. അതേസമയം ഒരു റോങ് വേയിൽ പോകുന്ന രീതിയിലുള്ള ഒരു കണക്ഷൻ, ഒരു പീർ ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട്. പിന്നെ ചില കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാമിലിയുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഇതുപോലെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഫ്രണ്ട്സിൽ എന്തെങ്കിലും അവർക്ക് പറ്റാത്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവരെ അകലം പാലിക്കുന്ന കുട്ടികളുണ്ട്. അതൊക്കെ ഡിപ്പെൻസ്. ചില കുട്ടികൾ ഒത്തിരി അങ്ങ് പാവായി പോകും, അവരങ്ങ് ഫ്രണ്ട്സ് പറയണത് വിശ്വസിച്ച് അങ്ങനെ പോകും. അപ്പൊ അവിടെയാണ് നമ്മൾ കുട്ടികളെ ബോധപൂർവം ജീവിക്കാനാക്കി എടുക്കുക. ഇതാണ് നമ്മളുടെ ടീച്ചേഴ്സിന്റെ, നമ്മളുടെ പാരന്റ്സിന്റെ ഒരു ഇതിന് മാക്സിമം ഞാൻ എന്താ പറയുക ആളെ ഫ്രണ്ടിനെ കണക്ക് കാണാൻ ശ്രമിക്കും. കാരണം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 90 കിഡ്സ് ആയതുകൊണ്ട് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യും. കാരണം പഴയത് അക്സെപ്റ്റ് ചെയ്യും, നമ്മുടെ ഈ പിള്ളേരുടെ ആ ഒരു വേവ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പം അവര് ഉണ്ടല്ലോ, ഞാൻ ആ ഫ്രണ്ടിന്റെ രീതിയിൽ നിർത്തും. കാരണം വരുമ്പോ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയും, അപ്പൊ ഞാൻ കേൾക്കാനായിട്ട് നിൽക്കും. കാരണം ഇല്ല പിന്നെ ഒന്നും പറയത്തില്ല എൻ്റെ അടുത്ത് തുറന്ന്. ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് സംസാരിക്കുന്നുണ്ട്, നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുമായിട്ട്. അവർക്കൊരു ചെറിയൊരു ടെൻഷൻ വന്നാൽ അവർ ഓടി വന്ന് നമ്മളോട് ആദ്യം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് തന്നെയാണ്. കുട്ടികൾക്ക് അറിയാം നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അവർക്കത് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി. അതേസമയം അവർ പേടിപ്പിച്ച് ഷൗട്ട് ചെയ്ത് അങ്ങനെ ഒരു സ്പേസിന്റെ വലിപ്പം കുറഞ്ഞു വന്ന് കുട്ടികൾ ഒരിക്കലും നമ്മളോട് ഷെയർ ചെയ്യില്ല, അവർ പുറത്താരോടെങ്കിലും ഷെയർ ചെയ്യും. പിന്നെ വേറെ കള്ളത്തരം കാണിക്കുമെന്ന് വെച്ചാല് എന്തെങ്കിലും ടീച്ചറുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വളഞ്ഞു മൂക്കിത്തിട്ട് പറയും. കാരണം ആൾക്കൊരു പ്രശ്നമില്ല, ആളൊന്നും ചെയ്തതല്ല, പക്ഷെ ഞാൻ കണ്ടുപിടിക്കും കള്ളം പറഞ്ഞാലും. ഞാൻ പറഞ്ഞു നീ സത്യം പറ, ഞാൻ എന്തായാലും ഒന്നും പറയത്തില്ല, നീ കാര്യം പറ. അപ്പോഴേ കറക്റ്റ് കാര്യം പറയും. ചിലപ്പോ എന്തെങ്കിലും ക്ലാസ്സിലിരുന്ന് സംസാരിച്ചതിനോ എന്തെങ്കിലും ആയിരിക്കും ടീച്ചറിന്റെ. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ കണക്കല്ല ടീച്ചർ, ഇപ്പോഴത്തെ പിള്ളേര് അവരെന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെയ്തില്ല എന്ന് മുഖത്ത് നോക്കി പറയും. എനിക്ക് പേടിയാ ഇവരിങ്ങനെ സംസാരിക്കുന്ന കാണാനേ. ഞങ്ങൾ അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല എങ്കിൽ നമ്മൾ കുനിഞ്ഞു നിന്ന് അത് അത്രയും കേൾക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോഴും അവർ നല്ല ആക്റ്റീവാണ്. ഞാൻ തന്നെ ഒരു ദിവസം വഴക്ക് പറഞ്ഞു, ഞാൻ അങ്ങനെ സംസാരിക്കില്ല എന്ന് വെച്ചാൽ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് എന്നെ അത് പറയുന്നു എന്നും പറഞ്ഞിട്ട് തിരിച്ച് ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കുക. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു, മോൾ അങ്ങനെ പറയില്ല, ഒരു പക്ഷെ അങ്ങനെ അവർക്ക് എന്തെങ്കിലും തോന്നുന്നു, ഇല്ല ഞാൻ ആ തെറ്റ് ചെയ്യാത്തത്തോളം കാലം ഞാൻ അത് ഏക്കത്തില്ലെന്നാ പറയുന്നവര്. നമ്മളാണ് ചിന്തിക്കാറ്, അവർക്ക് എന്ത് തോന്നും. ഇപ്പോഴുള്ള കുട്ടികൾ അങ്ങനെ ചിന്തിക്കില്ല. കഴിഞ്ഞ ദിവസം മോൻ വന്നിട്ട് എന്നോട്, അവൻ 9ാം ക്ലാസ്സിലാണ്, 50 രൂപ വേണമെന്ന് പറഞ്ഞു. ചോദിച്ചാൽ എന്തിനാ 50 രൂപ? ഫൈനാ. എന്ത് ഫൈൻ? നീ മലയാളത്തിൽ സംസാരിച്ചു, അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നുണ്ട്, മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കപ്പോ സ്കൂളിൽ നിന്ന് നമ്മള് പാരന്റ്സിനോടും പറഞ്ഞിട്ടുണ്ട്, ഫൈൻ വന്ന് ചോദിച്ചാൽ കൊടുക്കരുത്. കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളാ മലയാളം സംസാരിക്കാലോ, ഫൈൻ അടച്ചാൽ മതിയല്ലോ, ആ ഒരു ചിന്ത വരുമല്ലോ. അതുകൊണ്ട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഫൈൻ എന്ന് പറയും, പക്ഷെ അത് നിങ്ങൾ കൊടുക്കരുത്. അപ്പൊ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അത് ഉദ്ദേശിച്ചു. അപ്പം അല്ല, അപ്പം എന്താന്ന് ചോദിച്ചപ്പം ആദ്യം പറയാനൊരു മടിയായിരുന്നു. അപ്പൊ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഫ്രണ്ട് ഉണ്ട്, വളരെ ക്ലോസ് ഫ്രണ്ടാണ്, അവൻ ID കാർഡ് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പൊ സ്കൂളിന്റെ പ്രിമിസസിലൂടെ നടക്കുമ്പോൾ ID കാർഡ് വെയർ ചെയ്യണമെന്ന് റൂൾ ഉണ്ട്. ഇവന് ക്ലാസ്സിൽ നിന്ന്, അപ്പൊ ഇത് ചെക്ക് ചെയ്യുന്നത് അവരുടെ PT സാറാ. അപ്പൊ ഈ മോനെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങണം, പുറത്തേക്ക് ഒന്ന് പോകണം. അപ്പൊ PT സാറ് നിൽക്കുന്നുണ്ട്, സാറിന്റെ മുന്നിലോട്ട് പോകുമ്പോ ID കാർഡ് വേണമല്ലോ. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഇവന്റെ ID കാർഡ് ഊരി കൊടുത്തു ഇവന് പുറത്തു പോകാൻ വേണ്ടിയിട്ട്. PT സാർ അത് കണ്ടുപിടിച്ചപ്പോ ഇവനെ കൊണ്ട് ഫൈൻ അടപ്പിച്ചു 50 രൂപ. അതിനാണ് ഫൈൻ വാങ്ങിച്ചത്. എനിക്ക് ചിരിയും വരുന്നുണ്ട്. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട്, ഇനി ഇത് ആവർത്തിക്കരുത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങളോട് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ ചിരി സഹിക്കാനും പറ്റുന്നില്ല. എന്റെ ഹസ്ബൻഡ് പറയാം, അവൻ മിടുക്കനാണ്, അവൻ പാവമൊന്നുമല്ല, അവൻ എവിടെയാണെങ്കിലും ജീവിച്ചു പൊക്കോളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. തിരിച്ച് 30 രൂപ തിരിച്ചു കൊണ്ടുവന്ന് തന്നു കേട്ടോ. സാർ 50 രൂപ ഫൈൻ എന്ന് പറഞ്ഞാലും സാറ് 20 രൂപയെ വാങ്ങിച്ചുള്ളൂ. ആ ക്യാഷ് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ക്യാഷ് ഒന്നും ആള് കയ്യിൽ വെക്കില്ല.
കറക്റ്റ് ബസ് ലൈൻ ബസ്സിനാ പോകുന്നത്, ലൈൻ ബസ്സിനുള്ള കാശും കൊണ്ടേ പോവുള്ളൂ. ഞാനിങ്ങനെ ഓർക്കും എങ്ങാനും ലൈൻ ബസ് കിട്ടിയില്ലെങ്കിലോ, പോകുമ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ വേറെ സ്റ്റോപ്പ് ബസ്സിന്റെ പോയിട്ട് ആ സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പൊ കുറേ നടന്നു വന്നോളാം ഡയറക്റ്റ് ബസ് കിട്ടിയില്ലെങ്കിൽ. അതൊന്നും ഇപ്പൊ ഒരു കാശിന്റെ കാര്യത്തിൽ ഇതുവരെയും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പേടിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു കുരുത്തക്കേട് ചെയ്യുമ്പോഴേ ഉള്ളിൽ ചിരി വന്നാലും അത്രയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അത്രയും മാനിക്കുന്നു. ഞാൻ എന്റെ ID കാർഡ് കൊടുത്ത് എനിക്ക് പ്രശ്നമാണെന്ന് അറിയാമെങ്കിലും ആ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സാക്രിഫൈസ് അതാണല്ലോ അവർ ചെയ്യുന്നത്. അത് പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് അത്രയാണ് അവർക്ക് ഫ്രണ്ട്സിന്റെ. മുടിവെട്ടാൻ ഞാൻ കുറേ പറയുമ്പോഴാണ് ഒരു ദിവസം എന്റെ കൂടെ വരുന്നതെങ്കിൽ ഈ ഫ്രണ്ട് വന്ന് വിളിച്ചപ്പോ മുടിവെട്ടാനായിട്ട് പോയി. അപ്പൊ അതാണ് ആ പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ എനിക്ക് പിന്നെ ഈ കുട്ടികളെ എല്ലാം അറിയാം, അവരെല്ലാരും ഇവിടെയാണ് ഇരുന്ന് പഠിക്കുന്നതും അസൈൻമെന്റ് എഴുതാൻ നേരത്തെ എല്ലാം കൂടെ ഓടി വന്ന് ഇവിടെ ഇരുന്ന് അസൈൻമെന്റ് എഴുതുന്നത്, പിന്നെ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ അതും ചെയ്യണത്, പിന്നെ ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളി. ഇത്രയാണ് ഈ ഒരു ഫ്രണ്ട്സുമായിട്ടുള്ള ഇപ്പോഴുള്ള ആക്ടിവിറ്റീസ്. അപ്പോ ഇവിടെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കത് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നില്ലേ, അപ്പൊ അന്ന് ഫ്രണ്ട്സ് എല്ലാം ഇവിടെ ഇട്ടിട്ട് ഇതുപോലെ റെക്കോർഡ് എഴുതാൻ വേണ്ടി വന്നതാണ്. ഫിസിക്സിന്റെയോ കെമിസ്ട്രിയുടെ റെക്കോർഡ് എഴുതാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും എന്നോട് പറഞ്ഞു ഞങ്ങൾ വൈൻ കുടിച്ചു, വീട്ടിലുണ്ടാക്കിയ വൈൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വൈൻ കുടിച്ചു. അത് കേട്ടപ്പോ പെട്ടെന്ന് ഞാനത് ഞെട്ടി. കാരണം അത് നല്ല വീര്യമായിട്ടുണ്ടായിരുന്നു ആ വൈൻ. അപ്പൊ അവിടെ ഇരുന്ന് ജ്യൂസ് പോലെ ഇരിക്കുവാണല്ലോ, നല്ല റെഡിഷ് കളറിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ വൈൻ എടുത്ത് കുടിച്ചു എന്നിങ്ങനെ പറഞ്ഞു. ഞാനിങ്ങനെ നോക്കി, എന്നിട്ട് ഞാൻ അധികമൊന്നും കൂടുതലൊന്നും പറഞ്ഞില്ല, കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഏജും ആയിട്ടില്ലല്ലോ. ഞാൻ എന്നിട്ട് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ വൈന് ഇച്ചിരി വീര്യം വല്ലതും ഉണ്ടോ. വീട്ടിലുണ്ടാക്കിയതാണ്, വേറെ അല്ലാതെ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിച്ചല്ലോ. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴല്ലേ ഭയങ്കര ആൽക്കഹോൾ കണ്ടന്റ് വരുന്നത്. അതിപ്പോ ഒരു ഫ്രൂട്ട് ജ്യൂസിന്റെ ഒരു ടേസ്റ്റും ഇച്ചിരി പുളിയും ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും അതിലുണ്ടായില്ല. പക്ഷെ അവരെല്ലാം കുറച്ചേ കഴിച്ചുള്ളൂ, ചെറിയ ഒരു ഇതിലേ കഴിച്ചുള്ളൂ, വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതിന് അത്ര ഇഷ്ടമല്ല ആൾക്ക്. അങ്ങനെ അത്രയും നാളായിട്ട് ആ വൈൻ അവിടെ ഇരുന്നിട്ട് അവൻ തൊട്ട് നോക്കിയില്ല. അപ്പൊ അതാണ് ഫ്രണ്ട്സുമായിട്ട് അതൊരു നെഗറ്റീവ് മെസ്സേജും കൂടെ എനിക്ക് മനസ്സിൽ തോന്നി. ഫ്രണ്ട്സുമായിട്ട് കൂടുമ്പോ അവര് ഓരോന്ന് ചെയ്യുന്ന കാര്യങ്ങളേ, ഫ്രണ്ട്സുമായിട്ട് കൂടുമ്പോൾ ബോൾ അടുത്ത വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മതിലി ചാടി എടുക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഫ്രണ്ട്സ് വരുമ്പോ ആളുടെ മാറ്റം. നമ്മൾ പറഞ്ഞില്ലേ ബിഹേവിയർ കുട്ടികളുടെ ഇൻഡിവിജ്വലി ഇരിക്കുമ്പോൾ ആള് വളരെ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആണ്, പക്ഷെ ഫ്രണ്ട്സ് വന്നു കഴിയുമ്പോൾ പുള്ളി ഭയങ്കര ആക്റ്റീവ് ആവും. അതാണ് ചില കുട്ടികൾ അങ്ങനെയാ, ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒരു ഗ്രൂപ്പിൽ എത്തുമ്പോൾ അവരുടെ ബിഹേവിയർ ചേഞ്ചസ്. അതൊക്കെ ഒന്നത് 9th ആവുമ്പോഴേക്കും ഭയങ്കര അഗ്രസീവ് ആവുന്ന ടൈമാണ്, ആൺകുട്ടികൾ പ്രത്യേകിച്ചും. അഗ്രസീവ്നെസ് ഭയങ്കര കൂടുന്നത്. നമുക്ക് ചിലപ്പം അവരുടെ രീതികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് സംശയം തോന്നും. അതിന്റെയും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് മോറൽ സയൻസ് ആണ്. മോറൽ വാല്യൂസ് വരുന്നു, പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. ഇത് രണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പിന്നെ തേർഡ് പീരീഡ് ആണ്. തേർഡ് പീരീഡ് 12 to 18 ഇയേഴ്സും, ഫോർത്ത് പീരീഡ് നമുക്കറിയാം 18 to 24. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറിയാം മോണ്ടിസോറിക്ക് 0 to 6 ഇയേഴ്സ് മാത്രമേ നല്ല കാര്യമായിട്ട് പറയാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും ആ ഒരു 6 to 12 ഇയേഴ്സും 12 to 18 ഇയേഴ്സും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഡൽട്ട് ആകുന്നതാണ് ഈ ആഫ്റ്റർ 18 കഴിയുമ്പോൾ നമ്മൾ പറയും ഒരു വകതിരിവായി, ഒരു പക്വത വന്നു എന്നൊക്കെ പറയില്ലേ. ആ ഒരു ടൈമാണ് 18 ഇയേഴ്സ് കഴിയുമ്പോൾ ബ്രെയിനൊക്കെ ഡെവലപ്പ് ചെയ്യും. ബ്രെയിനിന്റെ ആ ഒരു ഫങ്ഷൻസും ബ്രെയിനിന്റെ ഇമോഷണൽ സൈഡും ഇന്റലക്ച്വൽ സൈഡും രണ്ട് സൈഡും ലെഫ്റ്റും റൈറ്റും നല്ല രീതിയിൽ ഡെവലപ്പായി നല്ല മെച്യൂർ ആകും. ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാൻ പറ്റുന്ന പ്രായം ആ ഒരു 24 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് അവർക്ക് ആ ഫീലിങ്സ് തോന്നും. ഇതിൽ തെറ്റുണ്ടോന്ന് വെച്ചാൽ തെറ്റില്ല, പക്ഷെ അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, അങ്ങനെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അവരുടെ ആ ഫീലിങ്സ് ഇമോഷൻസ് അവർക്ക് നമ്മളോട് പറയാനുള്ള സ്പേസ് അവർക്ക് വരണം. എനിക്ക് ഇങ്ങനെ ഒരാളോട് ഒരു ഇഷ്ടം തോന്നുന്നു എന്ന് അമ്മയോട് വന്ന് പറയുന്ന എത്ര മക്കളുണ്ടാവും അല്ലെ. അങ്ങനെ ഒരു ആ ഒരു സ്പേസ് നമ്മൾ ഇട്ട് വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ അശ്വതിയോട് പറഞ്ഞേക്കാം നിങ്ങളുടെ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും. ഓക്കെ, ബൈ. താങ്ക് യു മാം.